നമസ്കാരം. ഓക്കെ, അപ്പോൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോണം. അപ്പോൾ നമ്മുടെ ആർമി 2026 ആർമി റാലിയുമായി ബന്ധപ്പെട്ട് GK ഭാഗത്തെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്, ലൈവ് ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ചോദ്യം അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സൊക്കെ പറയുന്നതും ഒപ്പം നിങ്ങളുടെ ഓരോ ചോദ്യവും അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളുടെ ആൻസർ ഏതാണെന്ന് നിങ്ങളുടെ രേഖപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ആൻസർ നിങ്ങളവിടെ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലാസ്സിലെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കേ. കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഹു വാസ് ദ ഫസ്റ്റ് എയർ മാർഷൽ ഓഫ് ദി ഇന്ത്യൻ ഫോഴ്സ് എന്നാണ്, എയർഫോഴ്സ്. ഹു വാസ് ദ ഫസ്റ്റ് എയർ മാർഷൽ ഓഫ് ദി ഇന്ത്യൻ എയർഫോഴ്സ്. ക്വസ്റ്റ്യൻ കണ്ടു കാണുമല്ലോ. മൾട്ടിപ്പിൾ ചോയ്സ് അവിടെ ഏതൊക്കെയാണെന്ന് നോക്കേ. സുബ്രതോ മുഖർജി അവിടെ കൊടുത്തിട്ടുണ്ട്. ബി ചോയ്സ് KM കരിയപ്പ കൊടുത്തിട്ടുണ്ട്, ഇല്ലയോ? സി ചോയ്സ് സം മനേക്ഷ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ചോയ്സ് അർജുൻ സിംഗ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തുക. ഓക്കെ, രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ ഒരു 5 പേരുകൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുകയാണ്. ഓക്കെ, 5 പേരുകൾ. അതിൽ ഒന്നാമത്തെ പേര് ഞാനിവിടെ എഴുതുന്നു. ആൻസർ എന്താണെന്ന് പറയുന്നില്ല, ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കോളും, പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഏതാ? സുബ്രതോ മുഖർജി എന്ന് പറയപ്പെടുന്ന, ഇവിടെ ഓപ്ഷൻ്റെ അകത്തുള്ള പേരാണ് ഏത്? സുബ്രതോ മുഖർജി. ഏതാ? മുഖർജി. അത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ. രണ്ടാമത്തെ പേര് നമ്മൾ പഠിക്കുന്നു, അർജുൻ സിംഗ്. ഏതാ? അർജുൻ സിംഗ്. മൂന്നാമത്തെ പേരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഏത്? കരിയപ്പ. ഇതാ ഇവിടെ ചോയ്സിനകത്ത് ഉള്ള പേരാണ് ഏതെന്ന് പറയുന്നത്, കരിയപ്പ. നാലാമത്തെ ഒരു ചോയ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു, ഏത്? കർത്താരി എന്ന് പറയപ്പെടുന്നു. ഓക്കെ, അഞ്ചാമത്തത് ബിപിൻ റാവത്ത് എന്നിങ്ങനെ പേര്. 5 പേര് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, 5 പേരുകൾ നമ്മൾ പഠിക്കുകയാണ്. ആ 5 പേരുമായി ബന്ധപ്പെട്ട എന്താണ് കാര്യങ്ങൾ? കത്താരി. ഓക്കെ, സുബ്രതോ മുഖർജി. ഈ സുബ്രതോ മുഖർജിയുടെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് എയർഫോഴ്സ് തന്നെയാണ്. ഫസ്റ്റ് ചീഫ് എയർ സ്റ്റാഫ് ആണ് ആരെന്ന് പറയപ്പെടുന്നത്? സുബ്രതോ മുഖർജി. അപ്പോൾ ശ്രദ്ധിക്കുക, 5 പേരിൻ്റെ അകത്ത് ആദ്യത്തെ പേര് നമ്മൾ പഠിക്കുന്നത് എയർഫോഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അത് എന്താണ്? സുബ്രതോ മുഖർജി എന്ന് പറയപ്പെടുന്ന പ്രത്യേകത ഫസ്റ്റ് എയർ എന്താണ്? സ്റ്റാഫാണ്, ചീഫ് സ്റ്റാഫ് ആണെന്ന് ഓർത്തിരിക്കുക. ഏതാ? സ്റ്റാഫ് ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? എയർ മാർഷൽ അല്ല, ഫസ്റ്റ് എയർ എന്താണ്? ചീഫ് സ്റ്റാഫ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ സ്റ്റാഫ് എന്നുള്ള പേര് നിങ്ങൾ പ്രത്യേകം വാക്കെന്തെങ്കിലും ശ്രദ്ധിച്ച് വെച്ചോണം. ഓക്കെ, ആരാ? സുബ്രതോ മുഖർജിയാണ്. ഓക്കെ, രണ്ടാമത്തെ പേര് നമുക്ക് നോക്കാം, അർജുൻ സിംഗ് ആണ്. അർജുൻ സിംഗും എയർ സ്റ്റാഫായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? പ്രമോഷൻ ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഫസ്റ്റ് എയർ മാർഷൽ ഓഫ് ദി ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയപ്പെടുന്ന പദവിയിലേക്ക് ആദ്യം എത്തുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അർജുൻ സിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് എയർ എന്താണ്? മാർഷൽ എന്ന് പറയപ്പെടുന്നത് ആരാണ്? മാർഷൽ. ദെൻ നമ്മുടെ അർജുൻ സിംഗ് ആണെന്ന് അർത്ഥം. ഓക്കെ, നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതാ? അർജുൻ സിംഗ് ആണ് നമ്മുടെ ആൻസർ. സുബ്രതോ മുഖർജി എന്താ? എയർ സ്റ്റാഫായിരുന്നു ആദ്യത്തെ. അർജുൻ സിംഗ് എന്താണ്? എയർ മാർഷലായിട്ട് എന്താണ് ആദ്യമായിട്ട് ഉയർത്തപ്പെട്ട വ്യക്തിയാണ്.
നമ്മൾ നോക്കാം കരിയപ്പ എന്ന് പറയപ്പെടുന്നത്. കരിയപ്പ എന്താണെന്ന് അർത്ഥം? അദ്ദേഹം അതാണ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ആർമിയാണ്. ഏതാ? ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ അർത്ഥം തലവനായിരുന്നു ആരെന്ന് പറയപ്പെടുന്നത്? കരിയപ്പ. അല്ല, 3 പേരുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യത്തെ എയർഫോഴ്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, പക്ഷേ അത് സ്റ്റാഫായിരുന്നു. അർജുൻ സിംഗ് എന്ന് പറയപ്പെടുന്ന എയർഫോഴ്സുമായി ബന്ധപ്പെട്ട വ്യക്തി തന്നെയാണ്. അദ്ദേഹമാണ് ഫസ്റ്റ് എയർ മാർഷൽ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുന്നത്. ഓക്കെ ആണല്ലോ. കരിയപ്പ എന്ന് പറയപ്പെടുന്നത് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ആർമിയാണെന്നർത്ഥം. ഓക്കെ ആണല്ലോ. കർത്താരി എന്ന് പറയപ്പെടുന്നത് കർത്താരി അതേ കണക്ക് തന്നെ കർത്താരി എന്ന് പറയപ്പെടുന്നത്? അത് ഫസ്റ്റ് അഡ്മിറൽ ഓഫ് ദി ഇന്ത്യൻ നേവിയാണ്. ഇന്ത്യൻ നേവി. ഓക്കെ. ബിപിൻ റാവത്ത് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ എയർഫോഴ്സ് ആയിക്കോട്ടെ, ആർമി ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, ഈ 3 സൈനിക വിഭാഗങ്ങൾ കൂടെ ചേർന്നുകൊണ്ട് ഒരു തലവനുണ്ട്, ഇല്ലയോ? അപ്പോൾ അതിന് നമുക്ക് പറയാം ഹെഡ് ഓഫ് ദി എന്നു പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ 3 സൈന്യത്തിൻ്റെയും തലവനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞത്? ആദ്യമായിട്ട് ആ പദവിയിലേക്ക് വരുന്ന വ്യക്തിയാണ് വിപിൻ റാവത്ത് എന്ന് പറയപ്പെടുന്നത്. വിപിൻ റാവത്ത് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ. അദ്ദേഹം നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഇന്ത്യൻ ഫോഴ്സസിൻ്റെ അർത്ഥം? ഫസ്റ്റ് ജനറൽ പദവിയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ. ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അത് നമുക്ക് അറിയാവുന്നതാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നത്, ഇല്ലയോ? ഇന്ത്യൻ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ആംഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസിഡൻ്റാണ്, ഇന്ത്യൻ പ്രസിഡൻ്റാണ്. പക്ഷേ നേരത്തെ പ്രത്യേകം എന്തായിരുന്നു? ഓരോ സൈന്യത്തിനും പ്രത്യേകം തലവന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 3 സൈന്യത്തിനെയും കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു മേധാവിയുണ്ട്. ആ പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയപ്പെടുന്നത്? വിപിൻ റാവത്ത്. അങ്ങനെ 5 പേരുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ, ഓക്കെ, ഈ 5 പേരിൻ്റെ അകത്ത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്, അങ്ങനെ ഒരു വിളിപ്പേരിൽ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാദർ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറഞ്ഞ വിശേഷണ പേരിൽ അറിയപ്പെടുന്നത് സുബ്രതോ മുഖർജിയാണ്. അപ്പോൾ അത് സ്റ്റാർ ഇട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. 5 പേര് പഠിച്ചതിന് ശേഷം ഫാദർ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ സുബ്രതോ മുഖർജിയാണ്. ഇനി അടുത്ത നമ്മൾ വേറൊരു സ്റ്റാറോടെ കൊടുക്കുന്ന കരിയപ്പയുടെ ഭാഗത്ത്, ഇല്ലയോ? അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കിപ്പർ എന്ന വിശേഷണ പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയപ്പെടുന്നത്? ആരാ? കരിയപ്പ. മനസ്സിലായോ? പിടിയിട്ടെ. അപ്പോൾ 5 പേരുകൾ പഠിച്ചു. ആ 5 പേരിൽ 2 പേരെ നമ്മൾ പ്രത്യേകം എടുത്തൊന്ന് പഠിച്ചു. ഓക്കെ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഒന്ന് പഠിച്ചിട്ട് പോവാം. അവിടെ നിന്ന് പറയപ്പെടുന്നത് അതാണ്ട് ശ്രദ്ധിച്ചോ, ഒരു കോഡിട്ട് പഠിക്കാം. ഈ സൈനിക ദിനങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് AIN ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം. നോക്കേ, AIN എന്ന് പറയപ്പെടുന്നത്. ഓക്കെ. AIN ഒരു കോഡ് പഠിക്കാം. ജോഡ് 1584. ഇതൊന്ന് പറഞ്ഞു നോക്കിയാൽ മതി. AIN ജോഡ് 1584. 2 പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. AIN ജോഡ് 1584. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമിയാണ്. ആർമി ദിനം ജനുവരി 15 ഓക്കെ. എയർഫോഴ്സ് എന്ന് പറയുന്നത് ഒക്ടോബർ 8 നേവിയുടെ എന്ന് പറഞ്ഞാൽ ഡിസംബർ 4 ഇത് സൈനിക ദിനങ്ങളാണ് എന്നും കൂടെ ഓർത്തിരിക്കുക. സൈനിക ദിനങ്ങൾ അതൊരു കോഡ് പോലെ പഠിച്ചു വെക്കാം. AIN ജോഡ് 1584. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ 5 പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഫാദർ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് സുബ്രതോ മുഖർജിയാണ്. കിപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്നത് കരിയപ്പയാണെന്ന് ഓർക്കണം. 3 സൈന്യത്തിൻ്റെ മേധാവിയായിട്ട് ആദ്യമേ വരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയപ്പെടുന്നത്? വിപിൻ റാവത്ത് എന്ന് പറയപ്പെടുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ആയെങ്കിൽ പെട്ടെന്ന് അവിടെ എന്താ കഴിഞ്ഞാൽ ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആയെന്നോ അല്ലെങ്കിൽ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് ഇട്ടേക്കണം. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ. 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 1ാമത്തെ ചോദ്യം നിങ്ങൾക്ക് പിടികിട്ടി. 2ാമത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വെൻ വാസ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ടഡ്? ലളിതമായൊരു ചോദ്യമാണ്. ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് കൊടുത്തിരുന്നത്. അവിടെ വർഷങ്ങളാണ് ഇൻ ദ ഇയർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 1872, 880, 885, 1905 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം തന്നെയും അവരുടേതായിട്ടുള്ള ആൻസർ രേഖപ്പെടുത്താം. ഒന്നുകിൽ വർഷം എഴുതാം, അല്ലെങ്കിൽ കോഡ് രേഖപ്പെടുത്താവുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് രൂപീകരിക്കപ്പെട്ട വർഷമാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ ആദ്യത്തെ സമ്മേളനം, വർഷം ഞാൻ പറഞ്ഞില്ല, വർഷം നിങ്ങൾക്ക് അതാണ് ആൻസർ. രൂപീകരിക്കപ്പെട്ട ആൻസർ നിങ്ങളുടെ മുന്നിലുള്ള ചോദ്യമാണ്, ആൻസർ നിങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് രൂപീകരിക്കപ്പെടുന്ന അതിൻ്റെ ആദ്യത്തെ സമ്മേളനം എന്ന് പറയുന്നത് ബോംബെയിൽ വെച്ചാണ്. എവിടെ? ബോംബെയിൽ വെച്ചാണ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ചാണ്. ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ചാണ് ഏതെന്ന് പറയപ്പെടുന്നത് രൂപീകരിക്കപ്പെടുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്? ബോംബെയിൽ വെച്ചാണ്. ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ് പ്രസക്തമല്ല. ഓക്കെ, ബോംബെയിൽ വെച്ചാണ്, എങ്കിലും പഠിച്ചു വെച്ചോണം. ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ് വെച്ചാണ്. ആ സമ്മേളനം തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ എന്നാണ് രൂപീകരിച്ച ആ സമ്മേളനം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് സെഷൻ എന്ന് പറയപ്പെടുന്ന ആദ്യത്തെ സമ്മേളനം, ഒന്നാമത്തെ സമ്മേളനം എന്ന് പറയുന്നത് എവിടെയായിരുന്നു എന്നർത്ഥം? ബോംബെയിലായിരുന്നു എന്നർത്ഥം. ഓക്കെ ആണല്ലോ. അത് 1885 1885 ആൻസർ അപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഏതാ? ഇൻ ദ ഇയർ 1885, 1885 ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, ഈ രൂപീകരിക്കുമ്പോൾ അത് ആരാണ് സ്ഥാപകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A.O. ഹ്യൂം എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ്. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A.O. ഹ്യൂമാണ്. അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ്. ഓക്കെ ആണല്ലോ. വേറൊരു വ്യക്തിയും കൂടെ ചേർന്നുകൊണ്ടാണ് രൂപീകരിച്ചത്. പക്ഷേ സ്ഥാപകൻ ആരാന്ന് ഒരു പേരായിട്ട് ചോദിക്കുകയാണെങ്കിൽ A.O. ഹ്യൂമാണ്. വേറൊരു വ്യക്തിയുടെ പേരുണ്ട്, അത് ഞാൻ ഇവിടെ പറയുന്നു. ആരാന്ന് പറയപ്പെടുന്നത്? ആരാ? W.C. ബാനർജി. ഏതാ? W.C. ബാനർജിയാണ്. വൊമേഷ് ചന്ദ്ര ബാനർജി എന്നാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് സമ്മേളനം നടക്കുന്നത് ബോംബെയിലാണ്. ബോംബെയിൽ എന്നാണ്? 1885 രൂപീകരിക്കുന്നത്. 1885 തന്നെ ഡിസംബർ 28 രൂപീകരിക്കുന്നത്. ഫസ്റ്റ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ W.C. ബാനർജി ആയിരുന്നു. ഓക്കെ, രണ്ടാമത്തെ സമ്മേളനത്തിലേക്ക് നമ്മൾ വരുന്നു. രണ്ടാമത്തെ സമ്മേളനം വരുമ്പോൾ അത് കൽക്കട്ടയിലാണ് എന്ന് പറയപ്പെടുന്നത് രണ്ടാമത്തെ സമ്മേളനം കൂടുന്നത്. ഓക്കെ, അത് 1886 നിങ്ങൾക്കറിയാം. അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി ആയിരുന്നു. ഏതാ? നവറോജി ആയിരുന്നു. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് ഏതെന്ന് പറയപ്പെടുന്നത്. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്നത്. കൽക്കട്ടയിലായിരുന്നു ആ സമ്മേളനം. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് കൊടുത്ത വ്യക്തിയും ആണ് ആരെന്ന് പറയുന്നത്? ദാദാഭായ് നവറോജി. ഓക്കെ, മൂന്നാമത്തെ സമ്മേളനം നടക്കുന്നു. അത് നടക്കുന്നത് മദ്രാസിലാണ്. ഏത്? മൂന്നാമത്തെ സമ്മേളനം നടക്കുന്നത് 1887 ആ സമ്മേളനം. അതെന്ന് പറയപ്പെടുന്നതിൻ്റെ അധ്യക്ഷ വഹിച്ചെന്ന് പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മുസ്ലിമാണ് എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുസ്ലിമാണ്, ആദ്യമായിട്ട് മുസ്ലിമാണ് എന്ത് ചെയ്യുന്നത് അവിടെ അധ്യക്ഷത വഹിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ബദറുദ്ദീൻ ത്യാബ്ജി. ഏതാ? ബദറുദ്ദീൻ തിയാബ്ജി എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച ഫസ്റ്റ് മുസൽമാനാണ് ആരെന്ന് പറയപ്പെടുന്നത്. ആരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബദറുദ്ദീൻ ത്യാബ്ജി. മദ്രാസിലാണ്. ഓക്കെ, അടുത്ത നാലാമത്തെ സമ്മേളനം അലഹബാദിലാണ്. ഏതാ? അലഹബാദിൽ നാലാമത്തെ സമ്മേളനം 1888 അതിന് അധ്യക്ഷത വഹിച്ചത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ജോർജ് യൂൾ ആണ്. ആരാ? ജോർജ് യൂൾ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യത്തെ വിദേശിയാണ്, ഫസ്റ്റ് ഫോറിനർ ആണ് ആരെന്ന് പറയപ്പെടുന്നത്? ജോർജ് യൂൾ. ഇംഗ്ലീഷുകാരനാണെന്ന് അർത്ഥം. ഓക്കെ,
അടുത്ത വീണ്ടും വന്നു എന്ന് പറയപ്പെടുന്നത് ഏതാ? അത് ബോംബെയിലാണ് എന്ന് പറയപ്പെടുന്ന ആ സമ്മേളനം വന്നത്. അത് ദെൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1889 അതിന് അധ്യക്ഷത കഴിഞ്ഞാൽ വില്യം വെഡർബൺ കേട്ടോ. വില്യം വെഡർബൺ രണ്ടാമത്തെ അതാണ് വിദേശിയാണെന്ന് അർത്ഥം. അപ്പോൾ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ കുറച്ച് സമ്മേളനങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തു? ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1885 1885 ആണ്. ഓക്കെ. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A.O. ഹ്യൂമാണ്. ഓക്കെ. എന്നാൽ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ W.C. ബാനർജിയാണ്. രണ്ടാമത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ്. മൂന്നാമത്തെ പ്രസിഡന്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബദറുദ്ദീൻ ത്യാബ്ജിയാണ്. നാലാമത്തതോ ജോർജ് യൂളാണ്. അഞ്ചാമത്തത് വില്യം വെഡർബനാണ്. ഇതുകൂടാതെ മറ്റ് സമ്മേളനങ്ങളുണ്ട് പ്രധാനപ്പെട്ടത്. അത് വേറെ ചോദ്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമുക്കവിടെ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 2 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ. യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ടെലഗ്രാം ചാനലാണ്. ഈ ചാനലിൻ്റെ അകത്താണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സംശയങ്ങൾക്കുള്ള ക്ലാസ്സുകളും, അതായത് എക്സാമുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച വീഡിയോയും, ഓക്കെ, എക്സാമുകളുടെ ഡേറ്റ്, എക്സാമുകളുടെ രീതികൾ, അപ്പോൾ അതിനെ പറ്റിയുള്ള എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും വീഡിയോയും ഒക്കെ വരുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ടെലഗ്രാം ചാനലായിരിക്കും. തീർച്ചയായും ഈ ചാനലിൽ ഫോളോ ചെയ്യുക, ഇല്ലയോ? നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടേതായിട്ടുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഇതിൻ്റെ ഭാഗമാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ അതാണ് ഈ ചാനൽ എന്ന് പറയപ്പെടുന്നത്. ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 2 ചോദ്യം നമ്മൾ കഴിഞ്ഞു. ഇപ്പോഴും എല്ലാവരും ആൻസർ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, എന്ത് ചെയ്യുക? നിങ്ങൾ ചോദ്യം നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുന്നു, മൾട്ടിപ്പിൾ ചോയ്സും വെക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന ആൻസർ നിങ്ങൾ രേഖപ്പെടുത്തുക. തെറ്റോ ശരിയോ അതിനെക്കുറിച്ച് നിങ്ങൾ അവിടെ ബോധേടാവേണ്ട കാര്യമില്ല. നമുക്ക് ഇല്ല, നമ്മൾ പഠിക്കാനാണ്, അറിയാനാണ് വന്നിരിക്കുന്നത്. പരീക്ഷയെ പോലെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ രേഖപ്പെടുത്താനുള്ള അവസരം അവിടെ ഉണ്ട്. വിച്ച് ആർ ദ ലാർജസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഇൻ ടേംസ് ഓഫ് ഏരിയ? ഏരിയയുടെ കാര്യത്തിൽ, ഇല്ലയോ, വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ 2 സംസ്ഥാനങ്ങൾ ഏതാണ്? 2 ചോയ്സ് വെച്ചാണ് കൊടുത്തത്. ഓരോ മൾട്ടിപ്പിൾ ചോയ്സിലും 2 സ്റ്റേറ്റുകളുടെ പേര് വെച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഏറ്റവും വലിയ സ്റ്റേറ്റും അതിന് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റേറ്റും ഏതാണെന്നാണ് ചോദ്യം അർത്ഥമാക്കുന്നത്. രാജസ്ഥാനും ഉത്തർപ്രദേശും ഉണ്ട്. ആൻസർ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. രാജസ്ഥാനും എന്തുകൊണ്ട്? മഹാരാഷ്ട്രയുമുണ്ട്. അതുപോലെ രാജസ്ഥാനും മധ്യപ്രദേശും കൊടുത്തിട്ടുണ്ട്. അടുത്ത രാജസ്ഥാനും ജാർഖണ്ഡും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ്സ് ഏതാണെന്നാണ് നമുക്ക് നോക്കാവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നമുക്ക് ആദ്യമേ ഡിസ്ട്രിക്റ്റ് വെച്ച് തുടങ്ങാം. ഡിസ്ട്രിക്റ്റ്, ഇല്ലയോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല, ഏറ്റവും വലിയ ജില്ല എന്ന് പറയപ്പെടുന്നത് ഏതാ? കച്ച് എന്ന് പറയപ്പെടുന്ന ഏതാ? ഡിസ്ട്രിക്റ്റാണ്. ഗുജറാത്തിലായിട്ട് വരും. വലിയ ജില്ലയാണ്. ഏതാ? വലിയ ജില്ലയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ജില്ല ഏത് പറയപ്പെടുന്നത്? മാഹിയുമാണ്. ജില്ലകളുടെ കാര്യം കിട്ടി. നമുക്ക് നമ്മുടെ മുന്നിലുള്ള ചോദ്യം സ്റ്റേറ്റിൻ്റെ കാര്യമാണ്. ഓക്കെ. ആൻസർ രേഖപ്പെടുത്തി വേണം. ആ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് സമയം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ച് താഴെ നിന്ന് തുടങ്ങുന്നത്, ജില്ലയിൽ നിന്ന് തുടങ്ങുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിയൻ ടെറിറ്ററി, ചെറുതും വലുതുമായിട്ടുള്ള യൂണിയൻ ടെറിറ്ററി ഏതാണെന്ന് നോക്കാം. വലുത് ഏറ്റവും വലിയ യൂണിയൻ ടെറിറ്ററി എന്ന് പറയപ്പെടുന്നത് ഏതാണ്? ലഡാക്കാണ്. ഏതാ? ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിയൻ ടെറിറ്ററി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലഡാക്കാണ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ നമുക്ക് നോക്കാം. ഏറ്റവും ചെറുത് എന്ന് പറയപ്പെടുന്നത് ഏതാണ്? ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയപ്പെടുന്നത് ഏതാ? ഏറ്റവും ചെറിയ ലക്ഷദ്വീപാണ്. ഏതാ? ലക്ഷദ്വീപാണ് എന്ന് പറയപ്പെടുന്നത് ഏതാ? ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയാം. അപ്പോൾ ഏറ്റവും വലിയ ജില്ല ഏതാ? കച്ചാണ്. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? മാഹിയാണ്. ഏറ്റവും വലിയ യൂണിയൻ ടെറിറ്ററി ലഡാക്കാണ്.
ചെറിയ യൂണിയൻ ടെറിട്ടറി എന്ന് പറയപ്പെടുന്നത് ലക്ഷദ്വീപാണെന്ന് അർത്ഥം. ഇനി നമുക്ക് വേണ്ടത് സ്റ്റേറ്റിൻ്റെ കാര്യമാണ്. ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏത്? ചെറിയ സ്റ്റേറ്റ്. രാജസ്ഥാൻ ഏറ്റവും വലിയ സ്റ്റേറ്റാണെന്ന് നമുക്കറിയാം. പക്ഷേ എല്ലാ ചോയ്സിനകത്തും രാജസ്ഥാൻ ഉണ്ട് താനും. ഓക്കെ ആണല്ലേ? ഏറ്റവും വലിയ സ്റ്റേറ്റുകളെന്ന് പറയപ്പെടുന്നത് ഏതാ? ഒന്ന് രാജസ്ഥാനാണ്, രണ്ട് എന്താണ്? മധ്യപ്രദേശാണ്. ഏതാ? മധ്യപ്രദേശാണ്. രാജസ്ഥാനും മധ്യപ്രദേശുമാണ് ഏതെന്ന് പറയപ്പെടുന്നത് വലിപ്പം കൂടിയ ഇന്ത്യയുടെ രണ്ട് സംസ്ഥാനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഏതാ? രാജസ്ഥാനും മധ്യപ്രദേശുമാണ്. അപ്പോൾ ഫസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനാണ് ഫസ്റ്റ്. ഏറ്റവും വലിപ്പം കൂടിയ സ്റ്റേറ്റ് ഏതെന്ന് വെച്ചാൽ ഏതാ? രാജസ്ഥാനാണ്. ഏറ്റവും ചെറുതെന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? ഗോവയുമാണ്. ഏതാ? ഗോവയുമാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് വലുത് ചെറുത് എന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ ടോപ്പിക്കായിട്ട് ഇന്ത്യയിലെ വലുത് ചെറുത് എന്ന് പറയപ്പെടുന്ന ജില്ല, അതാണ് യൂണിയൻ ടെറിട്ടറി, സ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ ടോപ്പിക്കായിട്ട് ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻസർ തെറ്റുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. നമ്മൾ പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ രാജസ്ഥാനും മധ്യപ്രദേശും ആണെന്ന് കിട്ടിക്കഴിഞ്ഞു, ബാക്കിയുള്ള വിവരവും കിട്ടിക്കഴിഞ്ഞു. 3 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അടുത്ത 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. വീണ്ടും എന്താണ് നിങ്ങൾ ആൻസറുകൾ, നമ്മുടെ പാർട്ടിസിപ്പേഷൻ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക എന്നതാണ് വലിയ കാര്യം ഇതിൻ്റെ അകത്ത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്തോളും? ബാക്കിയുള്ളവരെല്ലാം അതിനകത്ത് പങ്കെടുത്തോളും. ചോദ്യം നോക്കാം എന്താണെന്ന്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് നാട്യാഞ്ജലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ്? ഇല്ലയോ? രാജസ്ഥാൻ, പഞ്ചാബ് ആൻഡ് എന്താണ്? തമിഴ്നാട്, ഗോവ. ഇതിൻ്റെ അകത്ത് ഏത് 4 സംസ്ഥാനം? 4 സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇല്ലയോ? രാജസ്ഥാന്, പഞ്ചാബ്, അത് കണക്കിന് തമിഴ്നാട്, ഗോവ എന്നിങ്ങനെയുള്ള 4 സ്റ്റേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റുകളിൽ ഏത് സ്റ്റേറ്റിലാണ് നാട്യാഞ്ജലി എന്ന് പറയപ്പെടുന്ന എന്താണ് ഫെസ്റ്റിവൽ? ഇപ്പോൾ ഒരു ടോപ്പിക്കാണ് എന്ന് പറയപ്പെടുന്നത് ഏതാ? ഫെസ്റ്റിവൽ എന്ന് പറയപ്പെടുന്നത് ഇല്ലയോ? ആ മേഖല കൾച്ചർ, ആർട്ട് എന്നൊക്കെ ലിറ്ററേച്ചർ ഇതൊക്കെ പറയുന്ന ഒരു ടോപ്പിക്ക് സിലബസിനകത്ത് ഉള്ളതാണ്. അതിനകത്ത് നൃത്തങ്ങളുടെ ഒരു ഫെസ്റ്റിവൽസിൻ്റെ ഒരു ഭാഗമാണ് വന്നിരിക്കുന്നത്. നാട്യാഞ്ജലി എന്ന് പറയപ്പെടുന്നത് ഏത് സ്റ്റേറ്റിനകത്താണ്? ആൻസർ രേഖപ്പെടുത്താനുള്ള. അപ്പോൾ ആ സ്റ്റേറ്റിൽ നമുക്ക് നോക്കാം ഏതൊക്കെ വേറെ വരുന്നുണ്ടെന്നോ ഇല്ലയോ? സ്റ്റേറ്റിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമുക്ക് നോക്കാം പൊങ്കൽ എന്ന് പറയപ്പെടുന്നത് അവിടെ ഉള്ളതാണ്. പൊങ്കൽ അറിയാവുന്ന തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആൻസർ രേഖപ്പെടുത്താം പൊങ്കൽ. ആ പൊങ്കലിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കുന്നു എന്ന് പറയപ്പെടുന്ന പൊങ്കലിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കുന്നു. ഓക്കെ, പൊങ്കൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്? ജല്ലിക്കെട്ട് എന്ന് നമുക്ക് പറയാം. ഏതാ? ജല്ലിക്കെട്ട് എന്ന് പറയപ്പെടുന്നത്. ജല്ലിക്കെട്ട് എന്ന് പറയപ്പെടുന്ന സ്പെല്ലിങ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. ജല്ലിക്കെട്ട് ചിലപ്പോൾ ജി ആയിരിക്കാം, അത് നിങ്ങൾ വിട്ടാരും. ജല്ലിക്കെട്ട്, പൊങ്കലും ജല്ലിക്കെട്ടും ആ സംസ്ഥാനത്താണ്. ഓക്കെ, ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ പഠിക്കുന്നതിനൊരു രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പൊങ്കലിൻ്റെ കൂടെ ജല്ലിക്കെട്ട് ചേർത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, പൊങ്കൽ, ജല്ലിക്കെട്ട് എന്ന് പറയാം. 2ാമത്തെ സെറ്റാണ് നമുക്ക് നോക്കാം എന്ന് പറയപ്പെടുന്നത് തെപ്പം എന്ന് പറയപ്പെടുന്ന ഒരു ഫെസ്റ്റിവലുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് പഠിക്കാവുന്നതാണ് എന്ന് പറയപ്പെടുന്നത് തൈപ്പൂസം എന്ന് എഴുതും ഇല്ലേ? മലയാളത്തിൽ പറയുമ്പോൾ തൈപ്പൂയം എന്നാണ്. ഏതാ? തൈപ്പൂയം എന്നാണ് എഴുതുന്നത്. പക്ഷെ തമിഴ് തങ്ങളുമ്പോൾ തൈപ്പൂസം എന്ന് നമ്മൾ എഴുതും. അപ്പോൾ തെപ്പം, തൈപ്പൂസം, നമ്മൾ തൈപ്പൂയം എന്നങ്ങ് പറയുന്നു. പൊങ്കൽ, ജല്ലിക്കെട്ട്, തെപ്പം തൈപ്പൂയം എന്നുള്ളത്. ഓക്കെ ആണല്ലോ? അടുത്ത നമുക്ക് നോക്കാം ചിത്രി റായ് എന്ന് പറയപ്പെടുന്ന ഒരെണ്ണം. ചിത്രി റായ്. അതിൻ്റെ കൂടെ നമുക്ക് പറയാവുന്നതാണ് നാട്യാഞ്ജലി എന്നത്. ഏതാ? നാട്യാഞ്ജലി. ഏതാ? നാട്യാഞ്ജലി. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നമുക്കെന്ന് പറയാം എന്ന് പറയപ്പെടുന്നത് ഏതാ? മാർഗഴി. ഏതാ? മാർഗഴി എന്ന് പറയപ്പെടുന്ന മറ്റൊരു ഫെസ്റ്റിവൽ ഇല്ലയോ? അടുത്തത് മഹാമഹം എന്ന് പറയപ്പെടുന്ന അടുത്തൊരു ഫെസ്റ്റിവൽ. ഇത് ഇത്രയും എവിടെയാണ്? തമിഴ്നാട് ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസാണ്. ഏതാ? ഇത് ഇത്രയും. ഓക്കെ, ഇത് മാത്രമല്ല വേറെയും ആഘോഷങ്ങളുണ്ട് തമിഴ്നാട്ടിൽ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ. പക്ഷേ ആ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ എന്ത് ചെയ്യും? അത് നമുക്ക് കിട്ടും ഇത് തമിഴ്നാട്ടിലാണ്. കാര്യം ആ പേരെല്ലാം തമിഴ് ചേർന്ന ഉച്ചാരണമാണ്. ഉദാഹരണത്തിന് തൈപ്പൂയം എന്ന് പറയുന്നത് പോലെ, പൊങ്കൽ എന്ന് പറയുന്നത് പോലെ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് തമിഴ്നാട്ടിലെയാണ്. അതുകൊണ്ട് അത് മാറ്റിയുള്ള ബാക്കി ഫെസ്റ്റിവൽസാണ് നമ്മളിവിടെ എടുത്ത് പഠിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ പൊങ്കൽ, ജല്ലിക്കെട്ട്, തെപ്പം, തൈപ്പൂയം, ചിത്രി റായ്, നാട്യാഞ്ജലി, മാർഗഴിയും മഹാമഹവും.
ഇത്രയും എവിടെയാണ്? തമിഴ്നാട്ടിൽ ആഘോഷിക്കുന്ന എന്താണ് ഫെസ്റ്റിവൽസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഇവിടെ ആരും ആൻസർ രേഖപ്പെടുത്തിയതായിട്ട് കണ്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ആദ്യത്തെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ആൻസർ രേഖപ്പെടുത്തും എന്നാണ് ഞാൻ കരുതിയത്, ആ പൊങ്കൽ പറഞ്ഞപ്പോൾ തന്നെ. പക്ഷേ ആരും ആൻസർ രേഖപ്പെടുത്തില്ല. അങ്ങനെ ആയിരിക്കരുത്. എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യുക? കുട്ടികൾ നിങ്ങളെല്ലാം ആൻസർ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഹൂ ഈസ് ദ ആഥർ ഓഫ് ദി ബുക്ക് വൈറ്റ് ടൈഗർ? രേഖപ്പെടുത്തും. വൈറ്റ് ടൈഗർ എന്ന് പറയപ്പെടുന്നത് എന്താണ്? ആരുടെ പുസ്തകമാണ് വൈറ്റ് ടൈഗർ? ഓക്കെ ആണല്ലോ. വൈറ്റ് ടൈഗർ എന്ന് പറയപ്പെടുന്ന പുസ്തകം ആരുടെയാണ്? ഞാൻ ഒരു പുസ്തകത്തിൻ്റെ പേരെഴുതുന്നു. ആംനെസ്റ്റി എന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകം എഴുതി. എന്താ? ആംനെസ്റ്റി. ഒരു പുസ്തകം എഴുതി. ആംനെസ്റ്റി എന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരെഴുതി. ഈ പുസ്തകവും അദ്ദേഹത്തിൻ്റേത് ആണ്. ആൻസർ എഴുതാമെങ്കിൽ എഴുതുക. വൈറ്റ് ടൈഗർ എന്നത് കൂടാതെ ആംനെസ്റ്റി എന്ന് പറയപ്പെടുന്ന പുസ്തകം അതും ഇദ്ദേഹത്തിൻ്റേതാണ്. അറിയാമെങ്കിൽ എഴുതുക. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ എഴുതുന്നു ലാസ്റ്റ് മാൻ ഇൻ എന്താണ്? ടവർ. ഏതാണ്? ടവർ. ലാസ്റ്റ് മാൻ ഇൻ ടവർ. ലാസ്റ്റ് മാൻ ഇൻ ടവർ എന്ന് പറയപ്പെടുന്നത് പുസ്തകവും അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ ആംനെസ്റ്റി പറഞ്ഞു, ലാസ്റ്റ് മാൻ ഇൻ ടവർ എന്ന് പറയപ്പെടുന്നത് പറഞ്ഞു. ഓക്കെ, ആൻസർ രേഖപ്പെടുത്തും. നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ആൻസർ രേഖപ്പെടുത്താം. ലാസ്റ്റ് മാനാണ്. ആ ടവറിൻ്റെ അകത്ത് ലാസ്റ്റ് മാനാണെന്ന ഉത്തരം. അതിൻ്റെ അകത്ത് അർത്ഥം നമുക്ക് എടുക്കാവുന്നത്. എന്തുകൊണ്ടാണ് അത് ലാസ്റ്റ് മാനായി എന്ന് മാറിയത്? അതെന്താ? അവിടെ ഒരു ടൈഗറുണ്ട്. അവസാനത്തെ മനുഷ്യനാണ്, ടൈഗറിൻ്റെ ഇരയാണ്. ഓക്കെ, അപ്പോൾ വൈറ്റ് ടൈഗർ എന്ന് പറയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ആംനെസ്റ്റി എന്ന് പറയപ്പെടുന്നത് എന്താണെന്നർത്ഥം? ദെൻ എന്താണ്? അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ലാസ്റ്റ് മാൻ എന്താണ്? ഇൻ ടവർ. അപ്പോൾ എന്തുകൊണ്ട് ലാസ്റ്റ് മാൻ ആയെന്ന് നമ്മളിങ്ങനെ ചുമ്മാ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആലോചിച്ചാൽ മതി. അപ്പോൾ അവിടെ ഒരു ടൈഗർ ഉണ്ട് ഇല്ലേ? ടൈഗർ ബാക്കിയുള്ളവരെല്ലാം ആക്രമിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇനി ഒരാൾ മാത്രമേ ഉള്ളൂ ആ ടവറിനകത്ത്. അത് ലാസ്റ്റ് മാൻ ഇൻ ടവർ, വൈറ്റ് ടൈഗർ എന്നുള്ളത്. ഓക്കെ, അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു സെലക്ഷനുണ്ട്. എന്തുവാ? സെലക്ഷൻ ഡേ എന്ന് പറയപ്പെടുന്നത്. ഏതാ? സെലക്ഷൻ ഡേ എന്ന് പറയപ്പെടുന്നത് ഒരു പുസ്തകമാണ്. സെലക്ഷൻ ഡേ 5ാമത്തെ പുസ്തകമായിട്ട് നമ്മൾ പഠിക്കുന്നു. ഏതെന്ന് പറഞ്ഞത് ദെൻ സെലക്ഷൻ ഡേ. ഏതാ? ദെൻ ബിറ്റ്വീൻ അസാസിനേഷൻസ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അസാസിനേഷൻ, കൊലപാതകങ്ങൾക്ക് എന്താണ്? ഇടയിൽ. ബിറ്റ്വീൻ അസാസിനേഷൻ, സെലക്ഷൻ ഓഫ് ഡേ, വൈറ്റ് ടൈഗർ, ലാസ്റ്റ് മാൻ ഇൻ ടവർ, ആംനെസ്റ്റി. ഇത്രയും ആരുടെ പുസ്തകമാണെന്നർത്ഥം? നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള അരവിന്ദ് അഡിഗയുടെ ബുക്കുകളാണ്, കൃതികളാണെന്നർത്ഥം. അവിടെ ഒരാൾ അരവിന്ദ് അഡിഗ എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 5 പുസ്തകങ്ങൾ, ചോദ്യം ഉൾപ്പെടെ നമ്മൾ 5 പുസ്തകങ്ങൾ പഠിച്ചു. അത് പഠിക്കുന്നതിന് എങ്ങനെ വേണ്ടിയിട്ടാണ് അതിനെ ക്രമം രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. നമ്മൾ ക്രമത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ആശയം വെച്ച് പഠിക്കാമെങ്കിൽ ഈ 5 ബുക്കുകൾ നമുക്ക് കിട്ടും. ആംനെസ്റ്റി എന്ന് പറയപ്പെടുന്ന തുടക്കത്തിൽ, അത് കഴിഞ്ഞാൽ ലാസ്റ്റ് മാൻ ഇൻ ടവർ. എന്തുകൊണ്ട് ലാസ്റ്റ് മാനായി മാറി? അവിടെ ഒരു വൈറ്റ് ടൈഗർ ഉണ്ട് എന്നർത്ഥം. അദ്ദേഹത്തിന് മുന്നിൽ ഒരു ദിവസം സെലക്ട് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു ദിവസമാണ് സെലക്ഷൻ ഓഫ് ഡേ ബിറ്റ്വീൻ അസാസിനേഷൻ എന്നൊക്കെ ഒരു ആശയം വെച്ചാൽ അത് നമുക്ക് ആ 5 പുസ്തകങ്ങളും എന്ത് ചെയ്യാൻ ഓർത്തിരിക്കാൻ പറ്റും. ആരുടെയാണ്? അരവിന്ദ് അഡിഗയുടെയാണ്. ഒരാൾ മാത്രമേ ആൻസർ കറക്റ്റായിട്ട്, അയാൾ മാത്രമേ ആൻസർ രേഖപ്പെടുത്തിയിട്ടുള്ളായിരുന്നുള്ളൂ. അത് കറക്റ്റ് ആൻസറുമായിരുന്നു അരവിന്ദ് അഡിഗ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടാണ് രേഖപ്പെടുത്താൻ കഴിഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബാക്കിയുള്ളവരും ആൻസർ രേഖപ്പെടുത്തണം. എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ കടന്നു വരും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ക്ലാസ്സുകളെ സംബന്ധിച്ചുള്ള ഒരു വിവരമാണ്. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ കാര്യമാണ്. ക്ലാസ്സുകൾ ഫെബ്രുവരിയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഉള്ള കാര്യം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ദിവസേന ക്ലാസ്സുകളുണ്ട് ഇല്ലയോ? അതുപോലെ ലൈവ് സെഷൻ ക്ലാസ്സുകളുണ്ട്. അത് ലൈവ് സെഷൻ ക്ലാസ്സുകൾക്ക് കയറാൻ കഴിയാത്ത ആൾക്കാർക്ക് ആ ക്ലാസ് തന്നെ റെക്കോർഡഡായിട്ട് കിട്ടുന്നുണ്ട് ഇല്ലയോ? മെറ്റീരിയൽ കിട്ടുന്നുണ്ട്. ഒക്കെ പ്രാക്ടീസ് പേപ്പറുകളുണ്ട് ഡെയിലി. അതാണ് തന്നെ റിവിഷൻ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഉണ്ട്. നമ്മുടെ കോഴ്സിൻ്റെ അകത്ത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഫീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ കോഴ്സിൻ്റെയും GDയുടെ ആണെങ്കിൽ 2500
ട്രേഡ്സ്മാൻ ആണെങ്കിൽ 2500 ഓൺലൈൻ ക്ലാസ്സിൻ്റെയൊക്കെ ഫീ ആണ്. ദെൻ ഓഫീസ് അറ്റൻഡർ കൊടുത്തിട്ടുണ്ട് 4000 കൊടുത്തിട്ടുണ്ട്, ടെക്നിക്കൽ 4000, നഴ്സിംഗ് അസിസ്റ്റൻ്റൊക്കെ 4000 കൊടുത്തിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഇത് കൂടാതെയുള്ള നമ്മുടെ ഈ മേഖലയുമായി നിങ്ങളുടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഈ നമ്പറുകൾ കോൺടാക്ട് ചെയ്തുകൊണ്ടാൽ മതി. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിച്ച് ഇന്ത്യൻ സിറ്റി ഈസ് നോൺ ബൈ ദ നിക് നെയിം സിറ്റി ഓഫ് മ്യൂസിക് എന്നറിയപ്പെടുന്നത്? സിറ്റി ഓഫ് മ്യൂസിക് എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ പട്ടണം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. സിറ്റി ഓഫ് പാലസ് എന്നറിയപ്പെടുന്ന സിറ്റി നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് വെച്ചേക്കാം. സിറ്റി ഓഫ് പാലസ് എന്ന് അറിയപ്പെടുന്നത്, സിറ്റി ഓഫ് പാലസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സിറ്റി ഓഫ് ജോയ് എന്ന് അറിയപ്പെടുന്നത് ഏതാ? സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നത്. സിറ്റി ഓഫ് പാലസ് എന്ന് അറിയപ്പെടുന്നത് ഒക്കെ എന്താണെന്ന് അർത്ഥം? ഏതാ? സിറ്റി ഓഫ് പാലസ്, സിറ്റി ഓഫ് ജോയ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താ? കൊൽക്കത്തയാണ്. ഏതാ? കൊൽക്കത്തയാണ്. സിറ്റി ഓഫ് പാലസ് കൊട്ടാരങ്ങളുടെ നഗരം എന്നും ഇല്ലയോ സന്തോഷത്തിൻ്റെയൊക്കെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കൊൽക്കത്തയാണ്. നമ്മുടെ ചോദ്യം എന്താണ്? സിറ്റി ഓഫ് മ്യൂസിക് എന്നറിയപ്പെടുന്നതാണ്. അത് നിങ്ങൾക്കാണ് രേഖപ്പെടുത്താവുന്നത്. സിറ്റി ഓഫ് പാലസും ദെൻ സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഓക്കെ, അതാണ് തന്നെ സിറ്റി ഓഫ് ടെമ്പിൾസ് എന്നറിയപ്പെടുന്നത്. സിറ്റി ഓഫ് ടെമ്പിൾസ് എന്നറിയപ്പെടുന്നത് അറിയാമോ? സിറ്റി ഓഫ് ടെമ്പിൾസ് ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത്. അതുപോലെ സിറ്റി ഓഫ് കത്തീഡ്രൽ എന്നറിയപ്പെടുന്നത് ഏതാ? കത്തീഡ്രൽ എന്ന് അറിയപ്പെടുന്നതും രണ്ടും ഏതാ? ഭുവനേശ്വരാണ്. ഏതാ? ഭുവനേശ്വറാണ് ഏത്? സിറ്റി ഓഫ് ടെമ്പിൾസ് എന്നും സിറ്റി ഓഫ് കത്തീഡ്രൽ എന്നറിയപ്പെടുന്നതും ഏതാണ്? ഭുവനേശ്വരാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. സിറ്റി ഓഫ് ദെൻ ഗ്രേപ്സ് എന്നറിയപ്പെടുന്നത്. ഗ്രേപ്സ് മുന്തിരി നഗരം എന്ന് അറിയപ്പെടുന്നത് അത് നാസിക്കാണ്. ഏതാ? നാസിക്കാണ് എന്ന് പറയപ്പെടുന്നത്. ഏതാ? നാസിക്കാണ് മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത്. സിറ്റി ഓഫ് ഗ്രേപ്സ് എന്നറിയപ്പെടുന്നത് എന്താ? മുന്തിരി നഗരം എന്നറിയപ്പെടും. സിറ്റി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്നത്, പൂക്കളുടെ നഗരം എന്നറിയപ്പെടുന്നത് ബംഗലുരുവാണ്. ഏതാ? ബംഗലുരുവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ നഗരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പ്രസ്തുത ചോദ്യത്തിലേക്ക് കടന്നു എന്നാൽ സിറ്റി ഓഫ് മ്യൂസിക് എന്നറിയപ്പെടുന്നത് ആൻസർ ഗോളിയർ ആണ് ഏതെന്ന് പറയപ്പെടുന്നത്? സിറ്റി ഓഫ് മ്യൂസിക് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സിറ്റി ഓഫ് മ്യൂസിക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗോളിയർ ആണ് ഏത്? ആൻസർ. ബാക്കി എന്താണെന്ന് അർത്ഥം ഇവിടെ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 ആറോളം സിറ്റീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിൻ്റെയൊക്കെയാണെന്നുള്ളത്. വേറെയൊക്കെ ഉണ്ട്. ഇനിയും ചോദ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരും. അത് നമ്മൾ അന്നേരം അവിടെ രേഖപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, യെസ്. ആൻസർ തെറ്റായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആൻസർ രേഖപ്പെടുത്തുക എന്നത് തന്നെ വലിയ കാര്യമാണ് നിങ്ങൾക്ക്, കേട്ടോ. യെസ്, 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഹൂ ഈസ് ദ കറണ്ട് പ്രസിഡൻറ്റ് ഓഫ് ഇന്തോനേഷ്യ? ഇല്ലയോ, ഇന്തോനേഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണെന്നാണ് ചോദ്യം. ഇന്തോനേഷ്യയുടെ യെസ്, ഇന്തോനേഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണെന്ന് എന്ത് ചെയ്യുക? ഒന്ന് എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലൂടെ ഒന്ന് കടന്നു വരാം. നിങ്ങൾക്ക് ആൻസർ രേഖപ്പെടുത്താനുള്ള സമയമുണ്ട്. ആ സമയമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻസർ രേഖപ്പെടുത്തുക. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് പാകിസ്ഥാനുണ്ട്. ഏതാ? പാകിസ്ഥാൻ. ഇല്ലയോ? അടുത്ത അഫ്ഗാനിസ്ഥാനുണ്ട്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയപ്പെടുന്നു. അത് കഴിഞ്ഞാൽ ചൈനയുണ്ട്. അത് കഴിഞ്ഞാൽ നേപ്പാളുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെന്തുണ്ട്? ഭൂട്ടാനുണ്ട്. ഇല്ലയോ? അത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഏത്? ബംഗ്ലാദേശുണ്ട്. ബംഗ്ലാദേശ് എന്ന് പറയപ്പെടുന്നത്. പിന്നെന്തുണ്ട്? മ്യാൻമറുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് മാറ്റി എഴുതാം. ശ്രീലങ്കയുണ്ട്. ദെൻ ഇന്തോനേഷ്യ. ഇത്രയും രാജ്യങ്ങളുടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് സമയം തന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ, ഇതിൻ്റെ അകത്ത് 4 ഓപ്ഷനുണ്ട്. ഇല്ലയോ? അതിൻ്റെ അകത്ത് ആരാണെന്ന് ആൻസർ നിങ്ങൾ എഴുതുക. ഇന്തോനേഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയോ, ആസിഫ് അലി ദെൻ അൻസാരിയാണ്. ഏതാ? സർദാരിയാണ്. ഏതാ? ആസിഫ് അലി
സർദാരിയാണ് ഏതെന്ന് പറയപ്പെടുന്നത് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് പറയുന്നത്. ഏതാ പ്രസിഡൻറ്റ്? പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് എന്ന് പറയപ്പെടുന്നത് ആസിഫ് അലി സർദാരിയാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ താലിബാൻ്റെ നിയന്ത്രണത്തിലാണ്. ഏത്? അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അവിടെ പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്ററോ ഒന്നും പഠിക്കാനില്ല. താലിബാൻ എന്ന് പറയപ്പെടുന്ന അവരുടെ നിയന്ത്രണത്തിന് കീഴിലാണ് ഏതെന്ന് പറയപ്പെടുന്നത് ഏതാ? അഫ്ഗാനിസ്ഥാൻ. അതുകൊണ്ട് ആ കേസ് അവിടെ വിട്ടേരും. ഓക്കെ, ചൈനയിലേക്ക് വന്ന ചൈനീസ് പ്രസിഡന്റ് ഇപ്പോൾ ഇല്ലയോ സിജിൻ സിജിൻ പിങ് എന്ന് പറയപ്പെടുന്നതാണ് എവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്നത്. ചൈനയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്നത് സിജിൻ പിങ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് നോക്കാം നേപ്പാളിലെ എന്താണെന്ന് നോക്കാം. നേപ്പാളിലെ ചന്ദ്ര പൗഡൽ ആണ് എന്ന് പറയപ്പെടുന്നത് എവിടെയാ? നേപ്പാളിലെ. അപ്പോൾ പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, അപ്പോൾ നേപ്പാളിലെ പ്രസിഡന്റ് അല്ല, അവിടെ പ്രൈം മിനിസ്റ്ററാണ്. ഏതാ? പ്രൈം മിനിസ്റ്റർ. നേപ്പാളിലെ എപ്പോഴും പ്രസിഡന്റ് പദവി എന്ന് പറയപ്പെടുന്നത് അവിടുത്തെ രാഷ്ട്രത്തിലെ നേപ്പാളിലെ രാജാവിനെയാണ് കണക്കാക്കുന്നത്. പ്രസിഡൻ്റായിട്ടല്ല, അവിടെ പ്രസിഡന്റ് ഇല്ല, രാജാവാണ് തലവനായിട്ട് കണക്കാക്കുന്നത്. പ്രധാനമന്ത്രിയാണ് രാമചന്ദ്ര പൗഡൽ. അപ്പോൾ പാകിസ്ഥാനിലെ ആരാണ്? ആസിഫ് അലി സർദാരിയാണ്. ക്ലിയറായ? അഫ്ഗാനിസ്ഥാൻ നമുക്ക് പഠിക്കാനില്ല, ആൾ താലിബാൻ്റെ നിയന്ത്രണത്തിലാണ്. ചൈനയിലെ ആരാ? സിജിൻ പിങ് ആണ്. നേപ്പാളിലെ ആരാ? രാമചന്ദ്ര പൗഡൽ, അത് പ്രധാനമന്ത്രി ആണ് എന്ന് ഓർത്തിരുന്നോണം. ഓക്കെ ആണല്ലോ. ഇനി ഭൂട്ടാനിൽ നമുക്ക് നോക്കാം. ഭൂട്ടാനിൽ എന്ന് പറയപ്പെടുന്നത് ഷിറിങ് ടോബ്ഗെ ആണ്. ഏതാ? ഷെറിങ് ആണ്. ഷെറിങ് ടോബ്ഗെ ആണ് ഏതെന്ന് പറയപ്പെടുന്നത്? ടോബ്ഗെ. ഓക്കെ ആണല്ലോ. ബംഗ്ലാദേശിൻ്റെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ. ഏതാ? ഷിഹാബുദ്ദീൻ ആണ് ഏത്? ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. മ്യാൻമറിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മിൻ ആങ് ഹ്ലെയിങ് ആണ്. ഏതാ? മിൻ ആങ് ഹ്ലെയിങ്. ഏതാ? ഹ്ലെയിങ്. മിൻ ആങ് ഹ്ലെയിങ് ആണ്. ഓക്കെ, പേരുകൾ ശ്രദ്ധിക്കുക. പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി. അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ അണ്ടർ ദ കൺട്രോൾ ഓഫ് താലിബാൻ ആണ്. അവിടെ പഠിക്കാനില്ല, വേറെ ആരുടെ നിയന്ത്രണത്തിലാണെന്ന് അർത്ഥം. ചൈനയിൽ സിജിൻ പിങ് ആണ്. ഓക്കെ, നേപ്പാളിൽ പ്രധാനമന്ത്രിയാണ് രാഷ്ട്രത്തിൻ്റെ തലവൻ, അവിടുത്തെ രാജാവായിരിക്കും. നേപ്പാളിൽ പ്രധാനമന്ത്രിയാണ് രാമചന്ദ്ര പൗഡൽ. ഇല്ലയോ? ഭൂട്ടാനിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെറിങ് ടോബ്ഗെ ആണ്. ഓക്കെ, ഇനി ഭൂട്ടാനിലെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇല്ലേ? മ്യാൻമറിലെ ആണെങ്കിൽ മിൻ ആങ് ഹ്ലെയിങ് ആണ്. ഏതാ? ഹ്ലെയിങ്. ഇനി ശ്രീലങ്കയിൽ നമുക്ക് നോക്കാം. ശ്രീലങ്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചോയ്സിനകത്ത് കിടപ്പുണ്ട് അനുര കുമാര ദിസനായകയാണ് എവിടുത്തെ? ശ്രീലങ്കയിലെ പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇന്തോനേഷ്യയിൽ എന്ന് പറയുമ്പോൾ ഏതാ? പ്രബോ ഉണ്ടോ? സുബിനാൻറ്റോ. ആരാണ്? പ്രബോ സുബിനാൻറ്റോ ആണ് എന്ന് പറയപ്പെടുന്നത് ഇന്തോനേഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അപ്പോൾ ആൻസർ കിട്ടി. ഏതാ? ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആരാണ്? പ്രബോ എന്താണെന്ന് അർത്ഥം? സുബിയാൻറ്റോ ആണ്. ഏതാ? സുബിയാൻറ്റോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രബോ ആൻസർ ഒരാൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം മാത്രമാണെന്ന് തോന്നുന്നു ഇപ്പം 3-4 ചോദ്യത്തിന് ആൻസർ രേഖപ്പെടുത്താനായിട്ട് ശ്രമമുണ്ടായത്. ഓക്കെ, അതിന് മുമ്പ് വേറെ 1-2 ആൾക്കാരൊക്കെ രേഖപ്പെടുത്തി, ഇപ്പോൾ അവർ രേഖപ്പെടുത്തുന്നില്ല. ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആൻസർ രേഖപ്പെടുത്താനായിട്ട് പരമാവധി നമ്മുടെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ ആകുമ്പം നിങ്ങളും ഞാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയുള്ള ആൻസർ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഞാൻ വന്ന് മാത്രം കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പങ്കാളിത്തം അറിയിക്കുന്നില്ല. അവിടെ നിങ്ങൾ ആൻസർ രേഖപ്പെടുത്തുന്നതോടുകൂടിയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ക്ലാസ്സിൽ അത്രയേറെ ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, വിജിലൻ്റായിട്ടിരിക്കുകയാണ് ക്ലാസ്സിൽ എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ആൻസർ രേഖപ്പെടുത്താനായിട്ട് ഇനിയും ശ്രമിക്കുക. അപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലൂടെ കടന്ന് നമ്മൾ പ്രസിഡൻറ്റുമാരെ ഒന്ന് പഠിച്ചു. അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കടന്നു വരുന്നത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലൂടെ കടന്നുപോയി പ്രസിഡൻറ്റുമാരും പ്രധാനമന്ത്രിമാരും. അതുപോലെ യൂറോപ്പിലേക്ക് പോയി യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ മാത്രം പ്രധാനമന്ത്രിമാരോ പ്രസിഡൻറ്റുമാരോ. ഇല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി നിത്യേന കേൾക്കുന്ന ചില ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുടെ പേരുകൾ, അവിടെ നിന്ന് പ്രധാനമന്ത്രിമാരോ പ്രസിഡൻറ്റുമാരോ. ഓക്കെ, ലാറ്റിൻ അമേരിക്കയിലേക്ക് പോയി അവിടുത്തെ പ്രധാന ബ്രസീൽ, അർജൻറ്റീന, ചിലി എന്നൊക്കെ പറഞ്ഞുള്ള രാഷ്ട്രങ്ങളുടെ ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങളെ സെറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ രാജ്യത്തിലെ ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരെ നായകന്മാരെ പഠിക്കുമ്പോൾ ഇങ്ങനെ തീർത്തങ്ങ് പഠിക്കാനായിട്ടിരിക്കരുത്. അപ്പോൾ യൂറോപ്പിൽ പോവുക, കുറച്ച് അവിടെ പ്രധാനപ്പെട്ട പഠിക്കുക, ആഫ്രിക്കയിലേക്ക് പോവുക, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കുക, ഏഷ്യയിലേക്ക് വരിക, പ്രധാനപ്പെട്ട പഠിക്കുക, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലേക്ക് വരിക, പ്രധാനപ്പെട്ടത് മാത്രം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ മൊത്തം പഠിച്ചേ പറ്റും. മനസ്സിലായില്ല? ഇങ്ങനെ ആയിരിക്കണം ആ ടോപ്പിക്കിനെ നിങ്ങൾ സമീപിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ അകത്ത് ആൻസർ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, യെസ്. 8ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയപ്പെടുന്നത് നാഷണൽ പാർക്കാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിലാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയപ്പെടുന്നത് നാഷണൽ പാർക്കുള്ളത്? ആൻസർ രേഖപ്പെടുത്ത്. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയപ്പെടുന്ന നാഷണൽ പാർക്ക് എവിടെയാണെന്ന് അർത്ഥം. ചോദ്യത്തിന് അത് 4 ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. രാജസ്ഥാനുണ്ട്, സിക്കിമുണ്ട്, ഹിമാചൽ പ്രദേശുണ്ട്, ഉത്തരാഖണ്ഡുണ്ട്. ഓക്കെ, അപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നതിനെ കൂടാതെ അവിടെ വേറൊരു നാഷണൽ പാർക്ക് ഞാൻ പറയുന്നു, രാജാജി നാഷണൽ പാർക്ക് എന്ന് പറയപ്പെടുന്നത്. ഏതാ? രാജാജി നാഷണൽ പാർക്ക് എന്നതും അവിടെയാണ്. ഒന്നുകൂടെ കിട്ടിയെന്ന് അർത്ഥം നിങ്ങൾക്ക്. ആൻസർ രേഖപ്പെടുത്തി ഇനിയെങ്കിലും, ഇല്ലയോ? രാജാജി നാഷണൽ പാർക്ക്, ഇല്ലയോ? ഗോവിന്ദ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നതും ആ സംസ്ഥാനത്താണ്. രാജാജിയും ഗോവിന്ദും രണ്ടുപേരുടെ ജിമ്മിൽ പോയിന്ന് പഠിക്കുക. ജിം കോർബറ്റ് നാഷണൽ പാർക്കും അവിടെയാണ്. ഇനിയെങ്കിലും പറയാം, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. 3 നാഷണൽ പാർക്കുകളുടെ പേര് പറഞ്ഞു. രാജാജി, ഗോവിന്ദ്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. 3 പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ രണ്ടുപേരും ജിമ്മിൽ പോയിരിക്കുകയാണ്. രാജാജിയും ഗോവിന്ദൂടെ ജിമ്മിൽ പോയിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ മറ്റ് 2 പേരെ കണ്ടു, ഇല്ലയോ? അതാണ് ഏത്? ഗംഗോത്രി എന്ന് പറയപ്പെടുന്നത്. ഗംഗോത്രി നാഷണൽ പാർക്ക് എന്ന് പറയപ്പെടുന്നത്. ഇനി ഒരാളെ കൂടെ കണ്ടു. ഏതാ? നന്ദാദേവി എന്ന് പറയപ്പെടുന്ന നാഷണൽ പാർക്ക്. ആരൊക്കെയാ? രാജാജിയും ഗോവിന്ദൂടെ എവിടെ പോയി? ജിമ്മിൽ പോയപ്പോൾ ഇവർക്ക് 2 പേരും അവിടെ വേറെ 2 പേരെ കണ്ടു. ഗംഗയും കണ്ടു, നന്ദാദേവിയും കണ്ടു. 2 പേർക്കും എന്തു കൊടുത്തു? ഓരോ ഫ്ലവറും കൊടുക്കുകയുണ്ടായി. ഫ്ലവർ വാലി നാഷണൽ പാർക്ക്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 6 നാഷണൽ പാർക്കുകളും എന്ന് പറയപ്പെടുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. ആൻസർ വന്നു കഴിഞ്ഞാൽ അവിടെ ഉത്തരാഖണ്ഡിലാണ് ഏതെന്ന് പറയപ്പെടുന്നത് ഈ 5 നാഷണൽ പാർക്കും. അപ്പോൾ ആ 5 നാഷണൽ പാർക്കുകളുടെ പേര് പഠിച്ചത് കണ്ടോ? രാജാജി, ഗോവിന്ദ്, രണ്ടും ആണുങ്ങളുടെ പേരാണ്. 2 പേരും ജിമ്മിൽ പോയപ്പോൾ അവിടെ 2 ലേഡീസിനെ കണ്ടു, ഇല്ലയോ? ആരൊക്കെ? ഗംഗയും കണ്ടു, നന്ദാദേവിയും കണ്ടു. എന്നാൽ പിന്നെ 2 പേർക്കും എന്തിരിക്കട്ടെ ഓരോ പൂക്കളും അവർ കൊടുക്കുകയുണ്ടായി. ഏതാ? ഫ്ലവർ വാലി എന്ന് പറയപ്പെടുന്നത്. ഇത് ഇത്രയും എവിടെയാണ്? ഉത്തരം കിട്ടും. ഏതാ? ഈ 6 നാഷണൽ പാർക്കും എവിടെ? ഉത്തരാഖണ്ഡിലാണ്. ഇതിനകത്ത് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഏതെന്ന് പറയുന്നത്? ഫസ്റ്റ് നാഷണൽ പാർക്കാണ് ഇത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. എന്നാൽ ഇന്ത്യയിലെ വലിയ നാഷണൽ പാർക്ക് എന്ന് പറയപ്പെടുന്നതാണ് അത് ഏതാ? ഹെമിസ് നാഷണൽ പാർക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഹെമിസ് നാഷണൽ പാർക്കാണ്. അത് ലഡാക്കിൻ്റെ ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. ഏത്? ഹെമിസ് നാഷണൽ പാർക്ക് എന്ന് പറയപ്പെടുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശാണ്. ഏതാ? മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ള സ്റ്റേറ്റ് ഏതാ? മധ്യപ്രദേശാണ്. എന്നാൽ നാഷണൽ പാർക്കുകൾ ഇല്ലാത്ത സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചാബുമാണ്. കൂടുതലുള്ളത് മധ്യപ്രദേശിലാണ്. ഇല്ലാത്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പഞ്ചാബിൽ എന്തില്ല? നാഷണൽ പാർക്കുകൾ ഇല്ലതാണ്. ഓക്കെ, യെസ്. 8 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. വെൻ വാസ് സ്വച്ഛ് ഭാരത് അഭിയാൻ ലോഞ്ച്ഡ്? സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയപ്പെടുന്നത്, ഇല്ലയോ? ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഏത്? സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയപ്പെടുന്നത്, ഇല്ലയോ? സ്വച്ഛ് ഭാരത് അഭിയാൻ 2013, 14, 15, 16 എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത വർഷങ്ങൾ ചോയ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
സ്വച്ഛ് ഭാരത് അഭിയാൻ, ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികളൊക്കെ ചോദിക്കും ഇല്ലയോ. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഏത്? ക്ലീൻ ഇന്ത്യ മിഷൻ എന്ന് പറയപ്പെടുന്നത്. ഏതാ? ക്ലീൻ ഇന്ത്യ മിഷൻ എന്ന് എന്താണ് അറിയപ്പെടുന്നത്? ക്ലീൻ ഇന്ത്യ മിഷൻ എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യ എന്താ വൃത്തിയാക്കുക, ശുചിത്വമുള്ള, വളരെ ക്ലീനായിട്ടുള്ള എന്താണെന്നർത്ഥം ഒരു ഇന്ത്യ. ഓക്കെ ആണല്ലോ. അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയപ്പെടുന്നത്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്റ്റേറ്റിലായിട്ട് ആരംഭിച്ചതൊന്നുമില്ല. ഇത് ഇന്ത്യ ഒട്ടുക്ക് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയപ്പെടുന്നത്. ദെൻ ക്ലീൻ ഇന്ത്യ മിഷൻ എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയപ്പെടുന്നത്. ഇത് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്ര മോഡിയാണ് എന്ത് ചെയ്തേക്കുന്നത്? നരേന്ദ്രമോദിയാണ് ഇത് ഇനിഷ്യേറ്റ് എടുത്തിരിക്കുന്നത്. നരേന്ദ്രമോദിയാണ് ഇത് ഇനാഗുറേഷൻ നടത്തിയത്. അത് ന്യൂഡൽഹിയിലെ എവിടെയാണെന്നർത്ഥം? ന്യൂഡൽഹിയിലെ എന്താണ്? ദെൻ രാജ്ഘട്ടിലാണ് എന്ന് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഇനാഗുറേഷൻ നടന്നത്. ഓക്കെ ആണല്ലോ. ഏതാ? സ്വച്ഛ് ഭാരത് അഭിയാൻ. നിങ്ങൾക്ക് ആൻസർ രേഖപ്പെടുത്താനുള്ള സമയമാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഫാക്ട്സ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സമയവും കിട്ടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ആൻസർ രേഖപ്പെടുത്താനായിട്ട്. ഇതിന് 2 ഫേസസ് ഉണ്ട്, 2 ഘട്ടങ്ങളുണ്ട് ഈ പദ്ധതിക്ക്. ഓക്കെ, അതിൽ ഒന്നെന്ന് പറയപ്പെടുന്നത് 2014 മുതൽ, ഉത്തരം കിട്ടിക്കഴിഞ്ഞു, 2014 മുതൽ 2019 വരെയാണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയപ്പെടുന്നത് 2020 മുതലാണ്, 20 മുതൽ 25 വരെയാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ 2 ഘട്ടങ്ങളിലൂടെ ഉള്ള പദ്ധതിയാണ് എന്ന് പറയപ്പെടുന്നത്. ഏതാ? സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നാണ് ഇത് ആരംഭിച്ചത്? ഉത്തരം കിട്ടിക്കഴിഞ്ഞു, ബി ചോയ്സ്. 2014 ഏതാ? 2014 എന്ന് പറയപ്പെടുന്നത്. ഏതാ? ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ എന്താണ് സ്ലോഗൻ എന്ന് പറയപ്പെടുന്നത്? എന്താ? ദെൻ സ്റ്റെപ്പ് ടുവേഡ്സ് എന്ന് പറഞ്ഞാൽ ക്ലീൻലിനെസ്. ഏതാ? ക്ലീൻലിനെസ്. ഓക്കെ ആണല്ലോ. സ്റ്റെപ്പ് ടുവേഡ്സ് ക്ലീൻലിനെസ് എന്നാണ്, ക്ലീൻലിനെസ് എന്നാണ് ഏതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ലോഗൻ എന്ന് പറയപ്പെടുന്നത്. ഏതാ? സ്ലോഗൻ. ഏക്ക് അതാണ് സടക്ക് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഏക് സടക്ക്, സ്വച്ഛത എന്താണ്? ഓർ എന്നാണ് ഏതെന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ പേര്, അതിൻ്റെ ഇംഗ്ലീഷ് ആണ് എന്ന് പറയപ്പെടുന്നത്. ദെൻ സ്റ്റെപ്പ് ടുവേഡ്സ് ക്ലീൻനെസ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സ്റ്റേറ്റ് ഇങ്ങനെ എന്താണ് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നതിൻ്റെ ഭാഗമായിട്ട് ഇല്ലയോ, ഫ്രീ ഫ്രം എന്ന് പറയപ്പെടുന്നത് ഏതാ? ഈ പറയുന്ന എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായിട്ടുള്ള ആദ്യത്തെ സ്റ്റേറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്നത് ഏതാണ്? അത് സിക്കിമായിരുന്നു. ഏതാ? സിക്കിമായിരുന്നു എന്ന് പറയപ്പെടുന്നത്. ഏതാ? ആദ്യമായിട്ട് മുക്തി നേടിയ ഒരു സ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്നത്. അതിന് പറയുന്നത് എന്താണ്? ഡിഫിക്കേഷൻ എന്നാണ്. ഏതാ? ഫ്രീ ഫ്രം ഡിഫിക്കേഷൻ എന്നാണ്, ഇല്ലയോ? മാലിന്യമുക്ത എന്താണ് സംസ്ഥാനം. സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നതിൻ്റെ ഭാഗമായി ആദ്യം കരസ്ഥമാക്കിയ സ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്ന ഏതാ? സിക്കിമാണ് എന്നതും ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. സ്വച്ഛ് ഭാരത് അഭിയാൻ 2014. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും പഠിച്ചു വെക്കണം. Whom did the Indian women's team defeat to win the Coco വേൾഡ് കപ്പ് 2025? ഓക്കെ ആണല്ലോ. അപ്പോൾ 2025 വേൾഡ് കപ്പ് എന്ന് പറയപ്പെടുന്നത്, ഓക്കെ, അതിൻ്റെ അകത്ത് ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഏത് രാജ്യത്തെയാണ് പരാജയപ്പെടുത്തിയത്? ഓക്കെ, ഇന്ത്യയാണ് ചോദിച്ചത്. ഇന്ത്യ വനിതകളുടെയാണ്. 2025 വേൾഡ് കപ്പാണ്. ഏതാ? ഖോഖോയാണ് കളി. ശ്രീലങ്കയാണോ, നേപ്പാളിനെയാണോ, ജപ്പാനെയാണോ, ബംഗ്ലാദേശിനെയാണോ? ഇല്ലയോ? ഇത് നടന്നെന്ന് പറയപ്പെടുന്നത് അതിൻ്റെ വെന്യൂ, ആ ഫൈനലിൻ്റെ വെന്യൂ എന്ന് പറയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ആയിരുന്നു. ഡൽഹിയിലായിരുന്നു. അവിടെ ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞ പരാജയപ്പെടുത്തിയത് നേപ്പാളിനെയാണ് പരാജയപ്പെടുത്തിയത്. ഏതാ? നേപ്പാളിനെയാണ് പരാജയപ്പെടുത്തത്. അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ പേര് ഒന്ന് ഓർത്തിരിക്കുക. എന്താ? പ്രിയങ്ക ഇംഗിൾ എന്നാണ്. ഏതാ? ഇംഗിൾ.
ക്ലിയർ ആയല്ലോ? അപ്പോൾ 2014 എന്ന് പറഞ്ഞ നേരത്തെ ചോദ്യത്തിൻ്റെ ആൻസർ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടിയില്ല, നേപ്പാളിനെയാണ് പരാജയപ്പെടുത്തിക്കൊണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നേപ്പാളിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ വെന്യൂ, ആ കളിയുടെ ഫൈനൽ കളിയുടെ എന്താണെന്ന് അർത്ഥം, വെന്യൂ എവിടെയാണ്? ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയമാണ്. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലാണ് ആ സ്റ്റേഡിയം. ഓക്കെ, നേപ്പാളിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ വിമൻ ടീമിൻ്റെ കോക്കോ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയങ്ക ഇംഗിൾ ആണെന്ന് ഓർത്തിരിക്കും. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. മാർസ്റ്റാൻഡ് സൺ ടെമ്പിൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? മാർസ്റ്റാൻഡ് എന്നല്ല, സോറി, എന്താണ്, മാർത്താണ്ഡ, അങ്ങനെയാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ. ഏതാ? മാർത്താണ്ഡ എന്ന് പറയപ്പെടുന്നത്. മാർത്താണ്ഡ, പെട്ടെന്ന് അങ്ങനെ വായിച്ചു പോയി. മാർത്താണ്ഡ എന്ന് പറയപ്പെടുന്നത് ഏതാ? മാർത്താണ്ഡ സൺ ടെമ്പിൾ എവിടെയാണ്? സൺ ടെമ്പിൾ ഇല്ലയോ? അപ്പോൾ നമുക്ക് നോക്കാം. സൺ ടെമ്പിൾ എന്ന് പറയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട് അല്ലാതെ, ഇല്ലയോ? അതെവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. കൊണാർക്കിലാണ്. എവിടെയാണ്? കൊണാർക്കിലാണ്. അത് എന്താണ്? ഒഡീഷയാണെന്ന് നിങ്ങൾക്കറിയാം. ഒഡീഷ, ഗുജറാത്ത്, ജമ്മു കാശ്മീർ, മധ്യപ്രദേശ്, ഇവിടെ ആൻസർ മാർത്താണ്ഡ സൺ ടെമ്പിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് ക്ഷേത്രങ്ങൾ അല്ലാതെ പഠിക്കുകയാണ്. സൺ ടെമ്പിൾ, സൂര്യക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് എവിടെയാണ്? അതെവിടെ? കൊണാർക്ക്, ഒഡീഷയിലെ കൊണാർക്കിലാണ്, ഇല്ലയോ? അടുത്ത എന്താണ്? ജഗന്നാഥ ക്ഷേത്രമുണ്ട്. ജഗന്നാഥ ടെമ്പിൾ ഉണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒഡീഷയിലാണ്. പക്ഷേ പുരി എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. ഒഡീഷയിലെ പുരിയിലാണ് ജഗന്നാഥ ക്ഷേത്രം, ഇല്ലയോ? ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്, സുവർണ ക്ഷേത്രം. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് പഞ്ചാബിലെ അമൃതസറിലാണ്. ഏതാ? അമൃതസറിലാണ്. അത് പഞ്ചാബാണ്. ഓക്കെ. ഷോർ ടെമ്പിൾ ഉണ്ട്, തീരക്ഷേത്രം എന്ന് പറഞ്ഞ ഷോർ ടെമ്പിൾ. അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാബലിപുരമാണ്, തമിഴ്നാടാണ്. ഏതാ? തമിഴ്നാട്, ഇല്ലയോ? മൂകാംബിക ഉണ്ട്. പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മൂകാംബിക എന്ന് പറയുന്നത്. അത് കൊല്ലൂർ കർണാടകയാണെന്ന് അർത്ഥം. ഓക്കെ. അടുത്ത പത്മനാഭ സ്വാമി ക്ഷേത്രമുണ്ട്. ഇത് പറയാൻ കാര്യമുണ്ട്, അത് തിരുവനന്തപുരമാണ് എന്നർത്ഥം. ഓക്കെ ആണല്ലോ? നമുക്ക് ചോദ്യവുമായി ബന്ധപ്പെട്ട എന്താ? മാർത്താണ്ഡ സൺ ടെമ്പിൾ ആണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിലാണെന്നർത്ഥം. ഏതാ? ജമ്മു ആൻഡ് കാശ്മീർ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ക്ഷേത്രങ്ങൾക്കൊക്കെ ചിലതിന് ചില പ്രത്യേകതകളുണ്ട്. ഓക്കെ. സൺ ടെമ്പിൾ എന്നറിയപ്പെടുന്നത്, അതിനെ ബ്ലാക്ക് പഗോഡ എന്നാണ് അറിയപ്പെടുന്നത്. ഏതാ? ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ഇല്ലയോ? കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെയാണ് ബ്ലാക്ക് പഗോഡ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. ഒഡീഷയിലെ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിനാണ് വൈറ്റ് പഗോഡ എന്നും അറിയപ്പെടുന്നത്. ഏതാ? വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത്. ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആണ് എന്ത് വിലറിയപ്പെടുന്നത്? മ്യൂറൽ പഗോഡ എന്നും അറിയപ്പെടുന്നത്. അത് ഇത്രയും പ്രത്യേകിച്ചൊന്ന് പഠിച്ചോണം. അതുകൊണ്ടാണ് അത് എടുത്തു വെച്ചെന്ന് പറഞ്ഞത്. ഓക്കെ. മാർത്താണ്ഡ സൺ ടെമ്പിൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിലായിട്ടാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ക്ഷേത്രങ്ങളുടെ ഒരു ഭാഗമുണ്ട്. ഓരോ ക്ഷേത്രങ്ങൾ ഏത് നഗരങ്ങളിലാണ് എന്നത് ഒരു ടോപ്പിക്കാണ്. കുറഞ്ഞൊരു 10-20 ക്ഷേത്രങ്ങൾ തേടിപ്പിടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മിക്കപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ആ പഠിച്ചു വെച്ചിരുന്ന സെറ്റിൻ്റെ അകത്തു നിന്നായിരിക്കും ചോദിക്കുന്നത്. ഒരു 10-25 ക്ഷേത്രങ്ങൾ പഠിച്ചു വെക്കുക. ലാൽ ബഹദൂർ ശാസ്ത്രി ഈസ് നോൺ ബൈ വിച്ച് നെയിം? ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞാൽ യുഗപുരുഷ് എന്നുണ്ട്, ഇല്ല, ശാന്തി പുരുഷ് എന്നുണ്ട്, അയൺ മാൻ ഉണ്ട്, ലോക് നായക് എന്ന് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി ഇതിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ആ ടൈം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആൻസർ രേഖപ്പെടുത്താനുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി, ഇല്ലയോ, ഇന്ത്യയിലെ രണ്ടാമത്തെ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്നത്. ഓക്കെ. ഈ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഒരു പോയിൻ്റ് അതായി മാറി. രണ്ടാമത്തെ പോയിന്റ്, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഇനിഷ്യേറ്റീവിലാണ് ഇന്ത്യയിൽ എന്താരംഭിക്കുന്നത്? ഏതാ? ദെൻ ഗ്രീൻ റവല്യൂഷൻ. ഏതാ? ഗ്രീൻ റവല്യൂഷൻ എന്നതും അതുപോലെ വൈറ്റ് റവല്യൂഷൻ എന്നതുമൊക്കെ ആരംഭിക്കുന്നത് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഇനിഷ്യേറ്റീവിലാണ് ആരംഭിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവത്തിന് മുൻകൈ എടുത്ത പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിക്കാം.
ഇല്ലയോ? ധവള വിപ്ലവത്തിന്, വൈറ്റ് റവല്യൂഷന് മുൻകൈയെടുത്ത പ്രധാനമന്ത്രി ആരാന്ന് ചോദിക്കാം, ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യമുണ്ട്, സ്ലോഗൻ എന്താണെന്നറിയാമോ? ജയ് ജവാൻ, ജയ് ജവാൻ, ജയ് കിസാൻ എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ എന്താണ്, ഒരു മുദ്രാവാക്യമാണ്. ആരുടെയാ? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ. 3 പോയിന്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതുവരെ ആൻസർ ആരും രേഖപ്പെടുത്തി കണ്ടില്ല. 3 പോയിന്റ് ഞാൻ അതിനകം പറഞ്ഞു കഴിഞ്ഞു. 4മത്തതാണ്, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇൻഡോ പാക് വാർ എന്നറിയപ്പെടുന്ന സെക്കൻഡ് കാശ്മീർ വാർ എന്ന്. ഇൻഡോ പാക് വാർ 1965 ഇൻഡോ പാക് വാർ എന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഈ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചത്. ആ കരാറിൻ്റെ പേരാണ് താഷ്കൻഡ് താഷ്കൻഡ് എഗ്രിമെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഏതാ? താഷ്കൻഡ് എഗ്രിമെൻറ്റ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1966 ഏതാ, ജനുവരി 10 അത് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. തുടർന്ന് ജനുവരി 11 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. എന്നാൽ അന്തരിക്കുന്നത് വിദേശത്ത് വെച്ച് അന്തരിച്ചതാണ്. ജനുവരി 11 അദ്ദേഹം അന്തരിച്ചു. അങ്ങനെ എന്താണ്, വിദേശത്ത് വെച്ച് അന്തരിക്കുന്ന ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹൂ ഡൈഡ് ഇൻ എന്താണ്, എബ്രോഡ്. ഇല്ലയോ? വിദേശത്ത് വെച്ച് അന്തരിക്കുന്ന എന്താണ്, ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്, ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയപ്പെടുന്നത്. ഇല്ലയോ? അദ്ദേഹത്തെ എന്താണെന്നർത്ഥം, അദ്ദേഹത്തിൻ്റെ എന്താണ് മെമ്മോറിയം, 7മത്തെ പോയിന്റ്, മെമ്മോറിയം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വിജയഘട്ടിലാണ്. ഏതാ? വിജയ് ഘട്ടിൽ എന്താണ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഓക്കെ, ഇദ്ദേഹത്തെയാണ് എന്തുവിൽ അറിയപ്പെടുന്നത്, ഏതാ, മാൻ ഓഫ് പീസ്. മാൻ ഓഫ് പീസ്. അതിൻ്റെ എന്താണ്, മാൻ ഓഫ് പീസ് അർത്ഥം മനസ്സിലാക്കി പറഞ്ഞാൽ മതി, ശാന്തി പുരുഷ് എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ആൻസർ കിട്ടിക്കഴിഞ്ഞു, ഏത്, ശാന്തി പുരുഷ് എന്ന്. ഓക്കെ, ആൻസർ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾ, ശാന്തി പുരുഷ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. വാട്ട് ഈസ് ദ കറൻസി ഓഫ് തായ്ലൻഡ് എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നിനക്ക് കറൻസിയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ കറൻസി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ പ്രത്യേകിച്ച് എന്ന് പറയപ്പെടുന്നത് എന്താ, പ്രത്യേകം പേരുകൾ. ഇപ്പോൾ യൂറോ എന്നൊക്കെ പറയുന്നത്, അതിനകത്ത് യൂറോ ഒക്കെ കുറേ രാജ്യങ്ങൾ എന്താണ് യൂറോ എന്ന് പറഞ്ഞ കറൻസിയൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇതുകൂടാതെ പ്രത്യേകം പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കറൻസി ഉണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. താക്ക എന്ന് പറയപ്പെടുന്ന നമുക്കറിയാം എവിടുത്തതാണെന്ന്, ബംഗ്ലാദേശിൻ്റെ കറൻസിയുടെ പേരാണ് ഏതെന്ന് പറയപ്പെടുന്നത്, ബംഗ്ലാദേശ് ടാക്ക എന്ന് പറയുന്നത്. ഇല്ലയോ? ഇനി അടുത്ത നമുക്ക് നോക്കാം എന്ന് പറയപ്പെടുന്നത് ഏതാ, ക്യാറ്റ് എന്ന് പറയപ്പെടുന്നത് എവിടെയാ, മ്യാൻമറിലെയാണ്. ഭൂട്ടാനിലെയാണ് എന്ന് പറയപ്പെടുന്നത് ഗുൾട്രം. അപ്പോൾ നമ്മുടെ തായ്ലൻഡിലെ കറൻസിയുടെ പേരാണ് എന്ന് പറഞ്ഞത് ബാക്ട് എന്നാണ്. ഏതാ, ബാക്ട്, BAHT എന്ന് പറയപ്പെടുന്നത്. ഓർത്ത് വെച്ചോണം, തായ്ലൻഡ്. ആൻസർ അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ദ റീഓർഗനൈസേഷൻ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയപ്പെടുന്ന സ്റ്റേറ്റ്? ചോദ്യം എന്തോന്ന് മനസ്സിലായോ? ജമ്മു ആൻഡ് കാശ്മീരിനെ റീഓർഗനൈസ് ചെയ്തു നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട്. അതിനുശേഷം ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, ചോദ്യം വേറെ രീതി ചോദിച്ചേക്കുന്നുള്ളൂ. ജമ്മു ആൻഡ് കാശ്മീരിനെ റീഓർഗനൈസേഷൻ നടത്തിയതിന് ശേഷം എത്ര സ്റ്റേറ്റുകളാണ് ഇന്ത്യയിലുള്ളത്, ഇല്ലയോ? അതായത് ഇപ്പോൾ എത്ര സ്റ്റേറ്റുകൾ ഉണ്ടെന്നാണ് ചോദ്യത്തിനകത്ത് ഉള്ളിലുള്ള അർത്ഥം. 27, 28, 29, 30. ഓക്കെ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആൻസർ നിങ്ങൾക്ക് എഴുതാനുള്ള സമയം കിട്ടുന്നു. ഇന്ത്യയിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എന്ന് പറയപ്പെടുന്നത്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എന്ന് പറയപ്പെടുന്നത്, അതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. ഓക്കെ, അതിനു മുമ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് രൂപീകരിക്കപ്പെടുന്നു ഓൺ ദ ബേസിസ് ഓഫ് എന്താണ്, ലാംഗ്വേജ്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ, ലിംഗ്വിസ്റ്റിക് ബേസിൽ എന്താണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നു 1953. ആ സംസ്ഥാനത്തിൻ്റെ പേരായിരുന്നു ആന്ധ്ര എന്ന് മാത്രമായിരുന്നു. ഏതാ, ആന്ധ്ര.
പോറ്റി ശ്രീരാമുലു എന്ന് പറയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഒരു ജീവത്യാഗമൊക്കെ ഉണ്ട്. അമരജീവി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയപ്പെടുന്നത്. ഇതാ ദെൻ പോറ്റി ശ്രീരാമുലു. അദ്ദേഹമാണ് ആന്ധ്ര എന്ന് പറഞ്ഞ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര എന്ന് പറയുന്ന സ്റ്റേറ്റ് രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ 58 ദിവസത്തോളം അദ്ദേഹം നിരാഹാരം കടന്നു. തുടർന്ന് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഉടൻ തന്നെ എന്ത് രൂപീകരിക്കുന്നത്, ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്ര എന്ന് പറയപ്പെടുന്ന സ്റ്റേറ്റ് രൂപീകരിക്കുകയും അതേ വർഷം തന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്ന് പറയപ്പെടുന്ന ഒരു കമ്മീഷൻ നിയമിക്കുകയും ചെയ്തു. അതിനകത്ത് അംഗങ്ങളാണ് ഫസൽ അലി ഉണ്ടായിരുന്ന ചെയർമാനായിട്ട്, ഫസൽ അലി. ഇതുകൂടാതെ സർദാർ KM പണിക്കർ ഉണ്ടായിരുന്നു. അത് കണക്ക് തന്നെ മുൻഷിയും ഉണ്ടായിരുന്നു. ഇല്ലയോ, സർദാർ KM പണിക്കർ ഉണ്ടായിരുന്നു, KM മുൻഷി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അതിനകത്തെ അംഗങ്ങളായിട്ട് ചെയർമാൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസൽ അലിയാണ്. അതുകൊണ്ട് ഇതിനെ ഫസൽ അലി കമ്മിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റ് ഒരു ബില്ല് അവതരിപ്പിച്ചു. അതൊരു നിയമമാക്കി പാസ്സാക്കി ഇറക്കി. അതാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്നറിയപ്പെടുന്നത്. എന്നാൽ 1956 ആ 56 ആ ആക്ടിനനുസരിച്ച് അന്ന് 14 സ്റ്റേറ്റുകൾ രൂപീകരിക്കപ്പെട്ടു. നമ്മുടെ കേരളമൊക്കെ അതിനകത്തുള്ളതായിരുന്നു. അന്ന് രൂപീകരിച്ച ആന്ധ്ര എന്ന് പറയപ്പെടുന്ന 53 രൂപീകരിച്ചത് പിന്നീട് ആന്ധ്രാപ്രദേശൊക്കെ ആയി മാറിയത് ഈ പറയുന്ന ആക്ടും പ്രകാരമാണ്. 6 യൂണിയൻ ടെറിട്ടറിയും ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ പല പ്രാദേശിക സമ്മർദ്ദങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ വെച്ച് പല സ്റ്റേറ്റുകളൊക്കെ പിന്നീട് രൂപീകരിക്കപ്പെട്ടു. 2019 എന്ന് പറയപ്പെടുന്ന വർഷം എന്ത് ചെയ്തു, ജമ്മു കാശ്മീരിനെ റീഓർഗനൈസ് ചെയ്തു. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക സംസ്ഥാന പദവിയൊക്കെ ഉണ്ടായിരുന്നത് എടുത്തു മാറ്റി ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വിഭജിച്ചു. അപ്പോൾ അതിനു മുമ്പ് 29 സ്റ്റേറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ജമ്മു കാശ്മീരിൻ്റെ സ്റ്റേറ്റ് പദവി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ 28 സ്റ്റേറ്റുകളായിട്ട് ഇന്ത്യ മാറി. 8 യൂണിയൻ ടെറിട്ടറിയുമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ അറ്റ് പ്രസൻറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28 സ്റ്റേറ്റുകളുണ്ട്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ആൻസർ 28. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. BR ഗവായ് എന്ന് പറയപ്പെടുന്നത് ഇസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സുപ്രീം കോർട്ട് എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായ് എന്ന് പറയപ്പെടുന്നത്? ആൻസർ രേഖപ്പെടുത്ത്. യെസ്, ആൻസർ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. സുപ്രീം കോടതി നിലവിൽ വരുന്നത് 1900 ആൻസർ രേഖപ്പെടുത്തിക്കോ. 1950 ജനുവരി 26 എന്ന് പറയപ്പെടുന്ന ഡേറ്റിലാണ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇന്ത്യയിലെ സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഡേറ്റ് ഓർത്ത് വെക്കണേ, 1950 ജനുവരി 26. ഓക്കെ ആണല്ലോ. ജനുവരി 28 ഇതിൻ്റെ ഇനാഗുറേഷൻ നടക്കുന്നത്. 1950 തന്നെയാണ്, ജനുവരി തന്നെയാണ്. 28 സുപ്രീം കോടതി, ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ഇനാഗുറേഷൻ, ഉദ്ഘാടനം നടക്കുന്ന ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28. ഏതാ? 28. സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ എത്രയാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 124. ഏതാ? 124 ഓർക്കുക. ഓക്കെ ആണല്ലോ. ആദ്യത്തെ എന്താണെന്നർത്ഥം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് JL ഹരി. JL ദെൻ കനിയ, കനിയാണ് ജസ്റ്റിസ്. കനിയ ആണ് എന്ന് പറയപ്പെടുന്നത്. ഏതാ? ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഫസ്റ്റ്. ഓക്കെ, ജസ്റ്റിസ് എന്താണെന്നർത്ഥം ഹരിലാൽ കനിയ എന്ന് പറയപ്പെടുന്നത്. ഏതാ? ഹരിലാൽ കനിയ ആണ് ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നമ്മുടെ ചോദ്യം BR ഗവായ് എന്ന് പറയപ്പെടുന്നത് എത്രാമത്തതാണെന്നാണ് ചോദിക്കുന്നത്. 52ാമത്തെ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ആരെന്ന് പറയുന്നത്. ഏതാ? BR ഗവായ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇപ്പോഴത്തെ 53ാമത്തതാണ്. 53ാമത്തത് ഇപ്പോഴത്തതാണ്. ദെൻ നൗ എന്ന് നോക്കണം. ഏതാ? സൂര്യകാന്ത് ആണ് ഇപ്പോഴത്തത്. അത് ഓർത്തിരിക്കുക.
ഓക്കെ. അപ്പോൾ 26-നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, 28-നാണ് ഇനാഗ്രേഷൻ, 124-ആണ് സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, ഭരണഘടനാ ആർട്ടിക്കിൾ. ആദ്യത്തെ ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയാണ്. 52-ാമത്തതാണ് ഏത്, തൊട്ട് മുമ്പ് വരുന്നത് BR എന്നാണ്, ഗവായി എന്നത്. ഇപ്പോഴത്തെ 53-ാമത്തതാണ് സൂര്യകാന്ത് എന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. 16-ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ, ഒറ്റ ചോദ്യമുള്ളൂ, ഒറ്റ ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ, പട്ടം ഇല്ലയോ പറത്തുന്ന ആ ഫെസ്റ്റിവൽ എന്ന് പറയപ്പെടുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്തിലാണ്. ഏതാ? ഗുജറാത്ത്. അപ്പോൾ ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ എവിടെയാണെന്ന് ഒറ്റ ഉത്തരം പഠിച്ചു വെച്ചേക്കുക. എവിടെയാണ്? ഗുജറാത്തിലാണ് അത് നടക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ നമുക്കവിടെ പറയാൻ, വേറെ കാര്യങ്ങൾ പറയേണ്ടതില്ല. ദെൻ ഓട്ടോബയോഗ്രഫി, എ ഷോട്ട് അറ്റ് ഹിസ്റ്ററി. അപ്പോൾ സ്പോർട്സ് താരങ്ങളും അവരുടെ ആത്മകഥകളും എന്ന് പറയപ്പെടുന്നത് എന്താ, ഒരു മേഖലയുണ്ട്, ചെറിയ ടോപ്പിക്കാണ്. അതിനകത്ത് കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, ഇന്ത്യൻ താരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിക്കറ്റ് ആയാലും ശരി, ടെന്നീസ് ആയാലും ശരി, അതുപോലെ ബാഡ്മിൻ്റൺ ആയാലും ശരി, ഫുട്ബോൾ ആയാലും ശരി, അങ്ങനെ എന്താണ് ഇന്ത്യയുമായി, ഹോക്കി ആയാലും ശരി, അതൊക്കെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പ്രധാനപ്പെട്ട ആൾക്കാരുടെ എല്ലാം പഠിച്ചു വെക്കുക. ഒപ്പം മറ്റു ചില എന്താണ് രാഷ്ട്രങ്ങളുടെയും പ്രധാനപ്പെട്ട കളിക്കാരുടെയും കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കേണ്ടത് ഓട്ടോബയോഗ്രഫി ഉള്ളവരുടെ. ഓക്കെ ആണല്ലോ? യെസ്. ഇതിനകത്ത് അഭിനവ് ബിന്ദ്ര എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. സൈന നെഹ്വാൾ, സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ് എന്ന് പറഞ്ഞ ആത്മകഥയുടെ പേരാണ് പ്ലേയിങ്. പരീക്ഷയ്ക്ക് ചോദിക്കാം പലതവണ. പ്ലേയിങ് ഇറ്റ് മൈ എന്താണ് വേ, മൈ വേ ഉണ്ടല്ലോ. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ആത്മകഥയുടെ പേരാണ് എന്ന് പറയപ്പെടുന്നത്. ഏതാ? പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയപ്പെടുന്നത് ആരുടെയാണ്? സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയാണ്, ഇല്ലയോ? അടുത്ത പ്ലേയിങ് ടു വിൻ, പ്ലേയിങ് ടു വിൻ എന്ന് പറയപ്പെടുന്നത്, പ്ലേയിങ് ടു വിൻ എന്ന് പറയപ്പെടുന്ന ആത്മകഥ ആരുടെയാണ്? സൈന നെഹ്വാളിൻ്റെയാണ്. ഓക്കെ ആണല്ലോ? മഹേഷ് ഭൂപതി ഓട്ടോബയോഗ്രഫി ഒന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് എന്താണ് അത് പഠിക്കേണ്ടി വരുന്നില്ല. അഭിനവ് ബിന്ദ്രയുടെയാണ് എ ഷോട്ട് അറ്റ് ഹിസ്റ്ററി എന്ന് പറയപ്പെടുന്ന ആത്മകഥ. ഓക്കെ. അപ്പോൾ ഇതേപോലെയുള്ള എന്താണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഉണ്ട്, അതുപോലെ എന്താണ് നമ്മുടെ സൗരവ് ഗാംഗുലിയുടെ ഉണ്ട്, പ്രമുഖരായിട്ടുള്ള ഒരുപാട് കളിക്കാരുടെ ഉണ്ട്. ഈ കളിക്കാരുടെയൊക്കെ ഓട്ടോബയോഗ്രഫി ഏതാണെന്ന് പഠിച്ചു വെക്കുക. ചെറിയ എന്താണ് ചിലപ്പോൾ ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ ചുമ്മാ ഒന്ന് എടുത്തു വായിച്ചാൽ മാത്രം മതി. ഇതൊക്കെ എന്താണ് മനസ്സിലിരിക്കുന്നതാണ്. ദെൻ 18-ാമത് ചോദ്യം, വേർ ഈസ് ഇന്ത്യാസ് മോസ്റ്റ് ഫേമസ് യുറേനിയം മൈൻ ലൊക്കേറ്റഡ് എന്ന് പറയപ്പെടുന്നത്? ഓക്കെ ആണല്ലോ? ജാർസുഡ എന്ന് പറയപ്പെടുന്നുണ്ട്. ദെൻ എന്താണ് കുറിഞ്ചി, മനാവൽ കുറിഞ്ചി ഉണ്ട്, വാശി ഉണ്ട് അല്ലെങ്കിൽ വഷി ഉണ്ട്, എന്താണ് ഗുരു ബിന്ദാനൂർ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ജാർസുഡ അല്ലെങ്കിൽ ജാദുഗുഡ എന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ. ഏതാണ്? ജാർസുഡയാണ് എന്ന് പറയപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയപ്പെടുന്നത്. ഓക്കെ. ഏതാ? ജാർസുഡ എന്ന് പറയപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുറേനിയം ഖനി എന്ന് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അതാണ് ആദ്യത്തെ യുറേനിയം ഖനി. എന്നാൽ എന്താണ് വേറൊന്നുണ്ട്, മധ്യപ്രദേശാണ് ലീഡിങ് പ്രൊഡ്യൂസർ. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? യുറേനിയം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് അർത്ഥം? ഏതാ? അത് മധ്യപ്രദേശാണ്. ജാദുഗുഡ എന്നുകൊണ്ട്, ജാദുഗുഡ അല്ലെങ്കിൽ ജാർസുഡ എന്ന് പറയപ്പെടുന്നത് ജാദു. അത് കണക്ക് തന്നെ മറ്റൊരെണ്ണമാണ് എന്ന് പറയുന്നത് തുമ്മലപ്പള്ളി. ഏതാ? അപ്പോൾ ജാദുഗുഡ എന്ന് പറയപ്പെടുന്നത് അത് തന്നെയായിരിക്കാം ജാർസുഡ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ജാദുഗുഡയാണ് ആദ്യത്തേത് യുറേനിയം മൈൻ ഇന്ത്യയിലെ. എന്താ? തുമ്മലപ്പള്ളിയാണ് ഏതെന്ന് പറയപ്പെടുന്നത്? തുമ്മലപ്പള്ളിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുറേനിയം മൈൻ. അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യപ്രദേശാണ്. ഏതാ? മധ്യപ്രദേശ്. ഇതിലെ ഏറ്റവും ലീഡിങ് പ്രൊഡ്യൂസർ യുറേനിയം ഏതാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? മധ്യപ്രദേശാണെന്ന് ഓർത്തിരിക്കുക. മധ്യപ്രദേശ് അല്ല, ആന്ധ്രാപ്രദേശ്. ഏതാ? ആന്ധ്രാപ്രദേശ്. യെസ്. 18 ചോദ്യം കഴിഞ്ഞു. 19-ാമത്താണ് ലാർജസ്റ്റ് ട്രൈബൽ കമ്മ്യൂണിറ്റി ഏതാണെന്ന് വെച്ചാൽ. ഓക്കെ. ഭിൽ എന്ന് പറയപ്പെടുന്ന ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി എന്ന് പറയപ്പെടുന്നത്. ഭിൽ എന്ന് പറയപ്പെടുന്നത് എന്താ? ദെൻ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിങ്ങനെയുള്ള സംസ്ഥാനം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിങ്ങനെയുള്ള, ഛത്തീസ്ഗഡ്
എന്ന് പറയപ്പെടുന്ന എന്താണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ് സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നതാണ് ഏത് ഭിൽ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഗോണ്ടും അതേ കണക്ക് തന്നെയാണ്. ഏതാ മധ്യപ്രദേശിലുണ്ട്, അതേ കണക്ക് തന്നെ രാജസ്ഥാനിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഗോണ്ട്. സാന്താൾ എന്ന് പറയുന്നത് ഏത് ജാർഖണ്ഡ്, അതേ കണക്ക് തന്നെ ബംഗാൾ, ബീഹാർ എന്നീ സ്ഥലങ്ങളിലൊക്കെ കാണുന്നതാണ്. തരു എന്ന് പറയപ്പെടുന്നത് ബംഗാൾ, ബീഹാർ, അതേ കണക്കിന് ഉത്തർപ്രദേശ്, അതേ കണക്കിന് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നതാണ്. പക്ഷേ ഏറ്റവും വലുതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ കാണപ്പെടുന്ന ഭിൽ എന്ന് പറയപ്പെടുന്നതാണ്. ഓക്കെ, യെസ്. ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നന്ദാദേവി നാഷണൽ പാർക്ക് എന്ന് പറയപ്പെടുന്നത് ഏത് സ്റ്റേറ്റാണ്? നിങ്ങൾക്ക് ചോദ്യം വിട്ടു തന്നിരിക്കുകയാണ്. നന്ദാദേവി നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ്? ആൻസർ പറഞ്ഞു, ഞാൻ പറയുന്നില്ല. നന്ദാദേവി നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ്? നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ആൻസർ പറഞ്ഞു. നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും നേരം ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരില്ലായിരുന്നോ? ഒന്ന് പറഞ്ഞേ, ആൻസർ ഏതാണെന്നൊന്ന് പറഞ്ഞേ. മധ്യപ്രദേശുണ്ട്, ഉത്തരാഖണ്ഡുണ്ട്, ആസാമുണ്ട്, ഉത്തർപ്രദേശുണ്ട്. ആൻസർ പറയൂ. ആൻസർ ഒന്നോ രണ്ടോ ആൾക്കാർ പറയാതെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. നന്ദാദേവി നാഷണൽ പാർക്ക് എന്ന് പറയപ്പെടുന്നത് എവിടെയാണ്? ഏത് സ്റ്റേറ്റിലാണ്? അജില ഉണ്ടായിരുന്നല്ലോ ക്ലാസ്സിൽ, ഹാരിസൺ ഉണ്ടല്ലോ, ഹാരിസൺ. ആൻസർ പറയൂ. ഒരാളെങ്കിലും പറയുകയാണെങ്കിൽ ക്ലാസ് എപ്പോഴും നമുക്ക് വൈൻഡപ്പ് ചെയ്യും. നമ്മളൊരു ചോദ്യം ഡിസ്കസ് ചെയ്തായിരുന്നു നാഷണൽ പാർക്കിൻ്റെ. അവിടെ ഇതുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ആൻസർ പറയാൻ ആരും ഇല്ലൂടെ? മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, ആസാം, ഉത്തർപ്രദേശ്. യെസ്, ആൻസർ ഞാൻ പറയുന്നു. നന്ദാദേവി, ഗംഗോത്രി, ജിം കോർബറ്റ്, രാജാജി, ഗോവിന്ദ് എന്നൊക്കെ പറഞ്ഞ നാഷണൽ പാർക്കുകൾ എവിടെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു? ഉത്തരാഖണ്ഡിലാണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ 20 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. 20 ചോദ്യത്തിൽ നിന്ന് ഒരു 1 2 അല്ലെങ്കിൽ 3 ചോദ്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും ധാരാളം 6 7 8 ഒക്കെ ഫാക്ട്സ് വെച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ 20 ചോദ്യങ്ങളിൽ നിന്നായിട്ട് നിങ്ങൾക്ക് ഏകദേശം 150 മുകളിൽ ഫാക്റ്റുകൾ കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇതാണ് നമ്മൾ ഒരു 1.25 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ കൊണ്ട് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് പറയപ്പെടുന്നത് എന്താ? നിങ്ങൾ ഇത്രയും ഫാക്ട്സ് നിങ്ങൾക്ക് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം ചിലവഴിക്കും. അതുപോലെ പിന്നീട് പഠിക്കാനും സമയം ചിലവഴിക്കും. നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് 1 മണിക്കൂറിലോ 1.25 മണിക്കൂറിലോ കൃത്യമായിട്ട് നിങ്ങൾക്കിത് കിട്ടുകയാണ്. ഓക്കെ, വെറുതെ പറഞ്ഞു പോവുകയും ചെയ്യുന്നില്ല. അത് പഠിക്കേണ്ടൊക്കെ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലിരിക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും ആൻസറൊക്കെ ഞാൻ പറഞ്ഞതിന് ശേഷം ആൻസറൊക്കെ രേഖപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾ എല്ലാ ക്ലാസ്സിലും അങ്ങനെ ആയിരിക്കണം. ഓക്കെ, വളരെ ആക്റ്റീവായിട്ട് ഊർജ്ജസ്വലമായിട്ട് നമ്മുടെ ക്ലാസ്സിനെ സമീപിക്കുക. നമ്മുടെ ക്ലാസ് എന്നല്ല, എല്ലാ ക്ലാസ്സിനെയും ലൈവ് ക്ലാസ്സുകൾക്ക് പ്രത്യേകം എന്താണ്, മറ്റേ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേട്ടിരുന്നാൽ മാത്രം മതി. ലൈവ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് റിയാക്ട് ചെയ്യാനോടൊക്കെ ശ്രമിക്കണം. ഓക്കെ, അപ്പോഴാണ് ആ ക്ലാസ് ഒന്ന് ചുറുചുറുക്കോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മോക്ക് ടെസ്റ്റുകൾ എഴുതുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യുക? കണ്ടെത്തുക. അതിനകത്ത് നിങ്ങൾ നമ്മുടെ പറയുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതീക്ഷിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് വേറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ അപ്പോഴേ അറിയാൻ കഴിയുകയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമ്മുടെ 2 ക്ലാസ്സുകളിൽ നിന്നായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും മോക്ക് ടെസ്റ്റുകളോ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലോ ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ രേഖപ്പെടുത്തിയൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കാനും പഠിക്കാനും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുവാനും ഒക്കെ അവർക്ക് താല്പര്യം തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ നമുക്ക് കാണാം. അതുവരേക്കും ചെറിയൊരു ഇടവേള. താങ്ക് യു.